Now I baptize you in the name of the Father, and of the Son, and of the Holy Spirit. You did it. You did it, buddy. The Lord Jesus Christ has freed you from sin and given you new birth by water in the baptism. He now anoints you with the chrism of salvation, as Christ was anointed priest, prophet, and king. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കുവാൻ പാകത്തിന്. കഴിഞ്ഞ കുറേ ആഴ്ചകളായി നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ജനനത്തെക്കുറിച്ചും പിന്നീട് വിശ്വാസ സ്നാനത്തെക്കുറിച്ചും ഒക്കെ ആയിട്ട് ചിന്തിക്കാനിടയായി. സാധാരണഗതിയിൽ സ്നാനത്തെക്കുറിച്ച് ഒക്കെ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിൽ നിന്ന് വിഭിന്നമായി നമ്മൾ കടന്നു പോകാത്ത ചില പുതിയ പുതിയ മേഖലകളിലേക്കും സാധാരണ ചിന്തിക്കാത്തതുമായ പല കാര്യങ്ങളുമൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. അതായത് പൊതുവിൽ ഈ കാര്യത്തിൽ ആളുകൾക്കുള്ള സംശയങ്ങൾ, ചോദ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട്, അതായത് വീണ്ടും ജനനവും ദൈവരാജ്യ പ്രവേശനവും ഈ പറഞ്ഞ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോവുകയായിരുന്നു. സാധാരണ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോൾ കുറേ വാക്യങ്ങൾ എടുത്തു വെച്ച് അതങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല. 4 കോണുകളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്, അങ്ങനെയാണ് നമ്മൾ വചനം പഠിച്ചു മുന്നേറുന്നത്. അങ്ങനെയൊക്കെയാണല്ലോ ചോദ്യങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുൻപോട്ട് പോയത്. ഈ പ്രയാണം ശരിക്കും ആരംഭിച്ചത് ഓശാന ഞായറിനാണ്. ഓശാന ഞായറിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ യെരുശലേമിലേക്ക് ആ കഴുതക്കുട്ടിപ്പുറത്ത് വന്ന ആ വരവ്, അങ്ങനെ വന്നപ്പോൾ ജനം അവിടെ ആർപ്പിട്ടതും അവിടെ കൊണ്ട് അവസാനിച്ചില്ല. സാധാരണ ക്രൈസ്തവ ലോകം ആ ആർപ്പിടലിലും കുറച്ച് കുരുത്തോല പൊക്കി പിടിച്ച് അവസാനിപ്പിക്കുകയാണ്. കർത്താവ് എന്തിന് യെരുശലേമിലേക്ക് വന്നു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ പ്രസക്തി. താൻ ക്രൂശിക്കപ്പെടാനാണ് വരുന്നത്. എന്നാൽ ആ ക്രൂശീകരണത്തിന് മുമ്പ് ഇങ്ങനെ സഞ്ചരിച്ചു പോയി താൻ യെരുശലേമിൽ എത്തുമ്പോൾ യെരുശലേം ദൈവാലയത്തിൽ കടന്നു വന്ന് ചാട്ടവാറെടുക്കുന്നതാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ആലയത്തെ ശുദ്ധീകരിക്കുന്നതും തൻ്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്ത ആ കാര്യങ്ങളെയൊക്കെ ശാസിച്ചുകൊണ്ട് പിന്നീട് പല കാര്യങ്ങളും സംഭവിക്കുകയല്ലേ. അത് കഴിഞ്ഞ് ഈ ക്രൂശീകരണത്തിന് മുമ്പ് തന്നെ നമ്മൾ കാണുന്ന കാഴ്ചയാണ്, തന്നെ നടന്നു പോകുമ്പോൾ അത്തിയെ നോക്കുന്നു, ഫലമില്ലാത്തത് കണ്ട് അത്തിയെ ശപിക്കുന്നു, അല്ലേ? തന്നെ നടന്നു പോകുമ്പോൾ ഒരു അത്തിയെ കാണുന്നു, അത്തിയിൽ ഫലമില്ല, അങ്ങനെ ഫലമില്ലാത്ത അത്തിയെ ശപിക്കുന്നു, ഇത്യാദി കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്നാൽ അതിനു മുൻപ് അത്തിയെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കുന്ന കാര്യവും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പിന്നത്തേതിൽ ഇത് ഉണങ്ങുന്ന കാര്യവും പറഞ്ഞു. ഇതെല്ലാം ഈ ഓശാനയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ പഠനത്തിൽ അല്ലെങ്കിൽ ആ ധ്യാനത്തിൽ നമ്മൾ തുടർന്ന് ചേർന്ന് ചിന്തിച്ച കാര്യങ്ങളാണ്. കേവലം കുരുത്തോല പൊക്കി പിടിച്ച് അവസാനിപ്പിക്കുകയല്ല, അതിൻ്റെ പിന്നിൽ ആ അധ്യായങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയായിരുന്നു. അങ്ങനെ ആ സഞ്ചാരം മുൻപോട്ട് വന്ന് പെസഹായും പെസഹായുടെ ഒരുക്കനാളും അവിടെ നിന്ന് ക്രൂശീകരണവും അങ്ങനെ ഓരോരോ കാര്യങ്ങളിലേക്ക് ആ ഉയർപ്പും അങ്ങനെ ചിന്തിച്ച് ആഴ്ചകൾ പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ആഴ്ചകൾ ഇതൊക്കെ ചിന്തിച്ചും പറഞ്ഞുമൊക്കെ മുൻപോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ നല്ല നല്ല ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതേസമയം ചിലർ ചുമ്മാ പരിഹസിക്കാൻ വേണ്ടി മണ്ടൻ ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് കേവലം നഴ്സറി ലെവലിൽപ്പെട്ട ചോദ്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മളെ അങ്ങ് വിറപ്പിച്ച് കളയാമെന്നുള്ളതായിരുന്നു ചിന്തിച്ചത്. നമ്മൾ അത്രയങ്ങ് വിറച്ചില്ല, ചെറിയ വിറയൊക്കെ വിറച്ചുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വന്ന ആ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ ദൈവം ഏതെങ്കിലും കാലത്ത് ഈ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തട്ടെ. നമുക്ക് മനസ്സിലായൊരു സത്യം, വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരാൾക്ക് ആത്മീയ വിഷയങ്ങൾ ഗ്രഹിക്കാൻ കഴിയില്ലെന്നുള്ളതാണ്. അവരെങ്ങനെ വായിച്ചെന്നും പിടിച്ചെന്നൊന്നും പറഞ്ഞാലും പൊതുവായ ചില കാര്യങ്ങളൊക്കെ, യേശു ക്രിസ്തു ഭൂജാതനായി, അത് ഏതൊരാളും വായിച്ചാൽ മനസ്സിലാകും. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, ആർക്കും മനസ്സിലാകും. പിന്നെ കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കി, അതും മനസ്സിലാകും. അവൻ വെള്ളത്തിലൂടെ നടന്നു, അതൊക്കെ മനസ്സിലാകും. പക്ഷേ വചനത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ ഉള്ളടക്കങ്ങളും അതിലെ വെളിപ്പാടുകളുണ്ടല്ലോ,
അതൊക്കെ ഗ്രഹിക്കണമെങ്കിൽ സഭയെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ, സഭയുടെ ഭാവി മഹത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാൾ ഗ്രഹിക്കണമെങ്കിൽ നിശ്ചയമായും വീണ്ടും ജനിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമേൽക്കണം. കാരണം ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിൽ മാത്രമാണ്. ഒരു മനുഷ്യൻ എത്ര ബുദ്ധിമാനാന്ന് പറഞ്ഞാലും അയാൾ ഹിരോഷിമയിലിട്ട ബോംബ് ഉണ്ടാക്കാൻ സഹായിച്ച ശാസ്ത്രജ്ഞനാണെങ്കിൽ പോലും അതൊക്കെ ഓക്കെ, ഫിസിക്സൊക്കെ ഓക്കെ, ഈ കാര്യങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ സ്വാഭാവിക മനുഷ്യന് കഴിയത്തില്ല, അഥവാ നാച്ചുറൽ മാന് സാധിക്കത്തില്ല. അവൻ വീണ്ടും ജനനാനുഭവത്തിലേക്ക് വരണം. ഇങ്ങനെയൊക്കെ നമ്മൾ പലരോടും പറയാനിടയായി. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഉള്ളിൽ കിട്ടിയ ഒരു ഉൾപ്രേരണയനുസരിച്ച് ആ ദിവസങ്ങളിൽ നമ്മൾ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുകയായിരുന്നു. വീണ്ടും ജനനം, അതുമൊക്കെ കീറാമുട്ടികളല്ലേ, എത്ര കോടി ജനങ്ങളാണ്. അപ്പം നമ്മളിങ്ങനെ പറയുകയും പറഞ്ഞു വെക്കുകയും ചെയ്യുമ്പോൾ ഏതെങ്കിലും സത്യാന്വേഷി എങ്ങനെയെങ്കിലും കടന്നു വന്നത് കേൾക്കുകയാണെങ്കിൽ അവരുടെ ജീവിതം ധന്യമായി. കാരണം ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വരികയല്ലേ. അവർ വചനം കേട്ട് അടുത്ത് വരിക എന്ന് പറഞ്ഞാൽ അവർ ക്രൂശിങ്കിലേക്കാണ് അടുക്കുന്നത്. നമ്മളോട് ആരോടും അല്ല അടുക്കുന്നത്. നമ്മൾ എത്ര ദൂരമായിരിക്കുന്നത്. നമ്മളോട് ആരോടും അടുക്കാൻ വരുന്നില്ല, അങ്ങനെ നമ്മളോട് അടുക്കണമെന്നും അല്ല പറയുന്നത്. അവർ ക്രൂശിങ്കിലേക്കാണ് അടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ അടുക്കിലേക്കല്ല അടുക്കേണ്ടത്, ക്രൂശിങ്കിലേക്ക് അടുക്കണം. അങ്ങനെ അവർ ക്രൂശിങ്കിലേക്ക് അടുക്കുമ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെടുകയും അവർ സത്യത്തിൻ്റെ പാതയിലേക്ക് കടന്നു വരാനും അതിലൂടെ നടക്കാനും ഒക്കെ ആരംഭിക്കുകയാണ്. പിന്നീട് അവിടെ തൻ്റെ ഉപദേശം മഴ പോലെ പൊഴിയുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇളംപുല്ലിൽ മാരി പോലെയും അതുപോലെ ഉപദേശം പൊഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെ ആ വഴിയിലൂടെ ഒരാൾ നടക്കാൻ ആരംഭിച്ചാൽ പിന്നെ അവനെ ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ കർത്തൃത്വം അവൻ അംഗീകരിക്കുകയല്ലേ അടുത്തടുത്ത പടികളിൽ. അങ്ങനെ കർത്താവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അങ്ങനെ സഞ്ചരിക്കുന്ന സഞ്ചാരത്തിൽ ദൈവിക കാര്യപരിപാടികൾ കേട്ടാൽ മനസ്സിലാവും. നമ്മുടെ ഒരു വിഷയം എന്തെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുഴപ്പം എന്തെന്ന് ചോദിച്ചാൽ, നമ്മൾ കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗഹനമായ കാര്യങ്ങളൊക്കെ, സഭയെക്കുറിച്ച്, സഭയുടെ ഉപമാനങ്ങളും അതിൻ്റെ നിഴലുകളും എന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, കഴിഞ്ഞ ഏതൊരു ദിവസം ഞാനൊരു മെസ്സേജിൽ ഇങ്ങനെ പറഞ്ഞ പോലെ ക്രൂശ് പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച്, ക്രൂശിനെക്കുറിച്ച് ഉടനെ ഉള്ള കത്തോലിക്കരായ സഹോദരങ്ങളെല്ലാം എന്താ പറയുക, കൊടയും വടിയായിട്ട് വന്നിട്ട് ക്രൂശ് വിഗ്രഹമല്ലേ, പിന്നെ നിങ്ങളെന്തിനാ ക്രൂശ് പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ച്. എന്താ അവരോടൊക്കെ പറയുക? മൗനം വിദ്വാന് ഭൂഷണം. കാരണം അവിടെ ഒന്നും പറയാനില്ല. അവൻ നമ്മളൊന്നും പറയാതിരിക്കുമ്പോൾ അവരെന്താ ചിന്തിക്കുന്നത്? മണ്ടന്മാരാ, ഒന്നും അറിയില്ല, ഞങ്ങളുടെ മുമ്പിൽ തോറ്റേന്നാണ് പറയുന്നത്. ഞങ്ങളോടൊന്നും പറയാനില്ലാത്തതുകൊണ്ട് തോറ്റെന്ന്. അതേസമയം നമ്മൾ പ്രാണവേദനയില്ല. എൻ്റെ ദൈവമേ, ഇവനെ എന്ത് പറഞ്ഞ് ഇവനെ മനസ്സിലാക്കിക്കും? ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ജനനം തന്നെ എന്തിനുള്ളതാണ്? ക്രൂശിക്കപ്പെടാനാണ്. ആ രാത്രിയിൽ ദൂതൻ ആട്ടിടയന്മാരോട് പറഞ്ഞ എന്താ? സകല ജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം അതെവിടെയാ? കർത്താവിൻ്റെ മരണത്തിലാണ് സകല ജനവും സന്തോഷിക്കാൻ പോകുന്നത്. മരണവും അടക്കവും ഉയർപ്പും അതെല്ലാം ചേർന്ന് വരികയല്ലേ. അപ്പോൾ ആ ജനനം മുതൽ ആ മരണം വരെ അവിടെ കൊണ്ട് തീരുന്നില്ല, ആ ഉയർപ്പും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്നുള്ളൊരു വിഷയത്തിൻ്റെ എല്ലാ ചുരുളും അഴിഞ്ഞു വരുന്നത്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയപ്പെട്ട സഹോദരങ്ങൾ കാണിക്കുന്ന പോലെ ഒരു ഉണ്ണീശോയുടെ രൂപം ഒരു മരക്കുരിശയിലോ പൊൻകുരിശയിലോ തറച്ചു വെച്ചിട്ട് ആളുകളെ കാണുമ്പോൾ ഇങ്ങനെ കാണിക്കുന്നു, പിശാചിനെ കാണുമ്പോഴും കാണിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മരക്കുരിശോ പൊൻകുരിശോ കാണിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിലൊരു രൂപം വെച്ചിട്ട് കാണിച്ചാൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞങ്ങൾ ഉയർത്തി എന്ന് പറയുമ്പോൾ അവിടെയെല്ലാം നമുക്ക് ഒന്നും പറയാനില്ല. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് പരിഹാസമായി പോവും. അങ്ങനെ അവർ ചിന്തിക്കുള്ളൂ, കളിയാക്കുകയാണോ എന്ന് ചോദിക്കും. സത്യത്തിൽ എന്താ അതിനൊക്കെ മറുപടി പറയുക? അപ്പോസ്തലന്മാർ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഉയർത്തി എന്ന് പറഞ്ഞാൽ ക്രൂശിൻ്റെ വചനങ്ങൾ ദേശങ്ങളിൽ പ്രസംഗിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതല്ലാതെ പൗലോസ് പോയ വഴിക്ക് ഒരു പൊൻകുരിശും കയ്യിൽ പിടിച്ചു, പിന്നെ അതിൻ്റെ തുമ്പത്തൊരു ചുവന്ന തുണി അതിൻ്റെ താഴെ തൂക്കിയിട്ടു. അതായത് പാപത്തെ കാണിക്കാനാണ് ചുവപ്പ് കാണിക്കുന്നത് സാധാരണഗതിയിൽ. ചുവപ്പെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പിന്നെ മനുഷ്യനോടുള്ള ബന്ധത്തിലും ഈ ചുവപ്പ് കളറിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരും. ഈ കറുപ്പും ആ കൂട്ടത്തിലൊക്കെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തുണി തൂക്കിയിട്ടിട്ട് ഈ സാധനം പിടിച്ച് കാണിച്ചാലൊന്നും കാര്യമില്ല. പൗലോസ് അവിടെ ചെന്ന് ശക്തിയുക്തം ആത്മനിറവിൽ തൻ്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിൻ്റെ ജ്വലനത്തിൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിച്ചു.
അതാ പറഞ്ഞത് അവരുടെ കണ്ണിന് മുമ്പിൽ വരച്ചു വെച്ച് കൊടുത്തെന്ന്. അങ്ങനെ കണ്ണ് തുറക്കപ്പെട്ടു. കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ചപ്പോൾ എന്ത് ചെയ്തു? അവരുടെ കണ്ണ് തുറന്നു വന്നു. കണ്ണ് തുറന്ന് അവർ കണ്ണാലെ കണ്ടത് എന്താ? പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്തിട്ടിരിക്കുന്ന കാഴ്ചയാണ്. എത്രയോ ആഴ്ചകളായി നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പുതുതായി കേൾക്കുന്ന ആർക്കും മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല, അതിപുരാതന പെന്തിക്കോസുകാരും കേൾക്കുന്നുണ്ടല്ലോ, അവരുടെ മുമ്പിൽ എപ്പോഴും ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ഇങ്ങനെ പല ഇൻ്റർവെലായിട്ട് കയറി വന്നുകൊണ്ടിരിക്കുക. ഇത് പ്ലാൻഡ് ഒന്നുമല്ല, പ്രീ പ്ലാൻഡ് ഒന്നുമല്ല. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയെന്ന് എൻ്റെ ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നടുക്കം വരണം, അതിനുവേണ്ടി പറഞ്ഞതാ. ഇനി പൗലോസും പത്രോസും അപ്പസ്തോലന്മാരും ഒക്കെ ഇങ്ങനെയൊക്കെ കടന്നു ചെന്ന് സുവിശേഷം അറിയിച്ച ആളുകളെ വീണ്ടും ജനനാനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മളതിൻ്റെ വിശദീകരണത്തിലേക്ക് വന്നതാണ്. പക്ഷെ ചിലർക്കൊന്നും ഗ്രഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. അതായത് ഔട്ട് സൈഡിലുള്ള പലർക്കും കേട്ടിട്ട് ഒരു പുക ഇങ്ങനെ പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പുക പോകുന്നതായിട്ട്. പുകയോ? കൃത്യമായിട്ട് 1 2 3 4 എന്ന് പറഞ്ഞാലേ വാക്യങ്ങൾ എടുത്തു വെച്ച് തെളിയിച്ചത്. വെള്ളത്താലും ആത്മാവിനാലെന്ന് പറയുമ്പോൾ വെള്ളം പച്ചവെള്ളമല്ല. അത് വാസ്തവമായും ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്ത് പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന കാര്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്നുള്ള ചോദ്യം ചോദിച്ചത് നമ്മളാരുമല്ല. ആദ്യം ചോദിച്ചത് വിശുദ്ധ മറിയാണ്. ആ ചോദ്യത്തിന് കൊടുത്ത ആൻസർ അത് തന്നെയാണ് റെക്കോർഡ് ചെയ്ത് നമ്മളെ കേൾപ്പിക്കുന്നത്. ഇനി രണ്ടാമത് ഗബ്രിയേൽ വേറൊരു മറുപടി ഒന്നും പറയില്ല. അന്ന് പറഞ്ഞതിൻ്റെ റെക്കോർഡിംഗ് ഉണ്ട്, അത് നമ്മളെയും കേൾപ്പിക്കും. അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു ഹോളി തിങ് നിൻ്റെ ഹൃദയത്തിൽ വരും. മറിയോട് പറഞ്ഞപ്പോൾ ഒരു ചെറിയ തിരുത്തുണ്ട്. മറിയോട് പറഞ്ഞപ്പോൾ നിൻ്റെ ഗർഭത്തിൽ വരുമെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ കാര്യത്തിൽ വന്നപ്പോൾ ഉള്ള കൊച്ചു തിരുത്തെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ വരും. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ വരികയും നമ്മൾ ഒരു ദൈവവൈതലായി തീരുകയൊക്കെയാണ് ചെയ്തത്. ഇപ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണത്തിലേക്ക് നമ്മൾ ചുവടുവെച്ചു. നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു നിൽപ്പുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് സകല സത്യത്തെയും കുറിച്ചുള്ള ബോധ്യം തരികയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അങ്ങനെ അടുത്ത പടി നമുക്ക് ബോധ്യം തരികയാണ്. നമ്മുടെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞു, യെസ്, വെരി ഗുഡ്. എന്നാൽ ദേഹത്തിൻ്റെയും ദേഹിയുടെയും വീണ്ടെടുപ്പ് പൂർത്തീകരിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് സാത്താൻ അതിൻ്റെ മേൽ ക്ലെയിം ചെയ്യും. നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലും നിങ്ങളുടെ പ്രാണൻ്റെ മേലും സൈറ്റാൻ ക്ലെയിം ചെയ്യും. അതിൻ്റെ നിഴലുകൾ നമ്മൾ കണ്ടെത്തി. പഴയ നിയമവുമായിട്ട് കൂട്ടുപിടിച്ചുകൊണ്ടാണ് അതിൻ്റെ നിഴൽ കണ്ടെത്തുന്നത്. അതായത് ഇസ്രായേൽ മിസ്രൈം വിട്ടു, അഥവാ ഈജിപ്ത് വിട്ടു. അവർ ചെങ്കടലിൻ്റെ കര വരെ വന്നു. ഇനി ചെങ്കടൽ കടക്കണം. അതിനെക്കുറിച്ച് കൊരിന്ത് ലേഖനത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് സ്നാനത്തിനൊരു മുൻകുറിയാണെന്ന്. പുതിയ നിയമസഭയെ സംബന്ധിച്ച് ചെങ്കടൽ കടക്കുന്നത് സ്നാനത്തിന് മുൻകുറിയാണ്. അപ്പോൾ ആ ചെങ്കടൽ കടക്കുന്ന സ്ഥലം വരെ അത് ഫറവോയുടെ ടെറിട്ടറിയാണ്. അതുകൊണ്ട് ഫറവോ അവരുടെ പിന്നിലുണ്ട്. ഫറവോ മടക്കിക്കൊണ്ട് പോയത് തന്നെ. അല്ല, ഞങ്ങൾ മസിൽ പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞാൽ അത് എത്ര നേരം നിൽക്കാൻ പറ്റും? ഒത്തിരി ഒന്നും മസിൽ പിടിക്കാൻ പറ്റില്ല. അതുപോലെയാണ് ഒരുവൻ രക്ഷിക്കപ്പെട്ടിട്ട് മസിൽ പിടിക്കുമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. ദൈവികമായ സംരക്ഷണയും ആ പ്രൊട്ടക്ഷനും വേണമെന്നുണ്ടെങ്കിൽ വചനം അനുസരിക്കണം. പ്രൊട്ടക്ഷൻ എവിടെയാണ്? ചെങ്കടൽ കടന്നു കഴിയുമ്പോൾ പ്രൊട്ടക്ഷനുണ്ട്. മരുഭൂമിയിൽ നിശ്ചയമായ ഒരു മേഘത്തിന് കീഴിലാണ്. അപ്പോൾ ഇവിടെ പ്രൊട്ടക്ഷൻ ഇല്ലെന്ന് ചോദിച്ചാൽ ഇവിടെ പ്രൊട്ടക്ഷനുണ്ട്. മുൻപോട്ട് മാർച്ച് ചെയ്യണം, നിൽക്കാൻ പാടില്ല. അവിടെ ഞങ്ങൾ ഇവിടെ ഒരു ടെൻ്റ് അടിച്ച് ഈ ചെങ്കടലിൻ്റെ കരയിൽ ഇവിടെ കിടന്നോളാം, നിങ്ങളെല്ലാം പൊക്കോ എന്ന് ഒരു ഗോത്രക്കാർ പറയാമെന്ന് വിചാരിച്ചോ? നമ്മൾ പിന്നീട് കാണുന്നൊരു കാഴ്ചയുണ്ടല്ലോ, 2.5 ഗോത്രക്കാർ എന്താ പറഞ്ഞത്? ഞങ്ങൾ യോർദാൻ കിടക്കുന്നില്ല, യോർദാൻ്റെ ഇങ്ങേക്കരയിൽ ആ പച്ചപ്പിൽ ഞങ്ങൾ കിടന്നോളാം, നിങ്ങളെല്ലാം പോയി അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ യോർദാൻ്റെ ഇങ്ങേക്കരയിൽ ഈ പച്ചപ്പിൽ കൂടിക്കോളാം, നിങ്ങൾ അവിടെ കടന്നുപോയി ആ ദേശം കീഴടക്കുകയോ അവിടെ എന്നെ വേണേലും ചെയ്തോ, നോ പ്രോബ്ലം, ഞങ്ങളുടെ എന്തെങ്കിലും സഹായം വേണേൽ പറഞ്ഞോ. അതാണ് അവരുടെ പോളിസി. പക്ഷേ ഈ ചെങ്കടലിൻ്റെ കരയിൽ ആ കാര്യങ്ങൾ പറയുന്നില്ല ആരും. ചെങ്കടലിൻ്റെ കരയിൽ ആ കാര്യമൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഗോത്രം മുഴുവനും കടന്നേ തീരൂ. കാരണം ഇവിടുത്തുകാരല്ലല്ലോ, അവർ മുൻപോട്ട് പോകണം. ഫറവോയോട് എന്തെന്നാ മോശ പറഞ്ഞത്? ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാനാണ് പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആരാധിച്ചാൽ പോരെന്ന് ചോദിച്ചപ്പോൾ പോരാ, ആരാധനയുടെ രീതികൾ ഇങ്ങനെയാണ്. എന്നാൽ ഒരു കാര്യം ചെയ്തു, എല്ലാവരും കൂടെ പൊക്കോ, ആടുമാട് നാൽക്കാലികൾ ഇവിടെ നിൽക്കട്ടെ. അതൊന്നും പറ്റത്തില്ലെന്നേ. ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഏതിനാൽ ആരാധിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. അവിടെ ആടിനെയാണോ അറക്കേണ്ടത്, കാളയാണോ അറക്കേണ്ടത്, പോത്തിനെയാണോ അറക്കേണ്ടത്, ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. എല്ലാ കാര്യങ്ങളും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങളോട് പറയും.
അപ്പോൾ ഇവിടെ വെച്ച് കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞിട്ടില്ല, ഇല്ലില്ല, എല്ലാം പറഞ്ഞിട്ടില്ല. ബാക്കി മരുഭൂമി ചെന്ന് കഴിയുമ്പോഴാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഹോരേബിൽ എത്തുന്നവരെ അധികം പറഞ്ഞില്ല, വലിയ വർത്തമാനമൊന്നും ഉണ്ടായില്ല. ഹോരേബിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവരോട് 1, 2, 3 എന്ന് പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാ കാര്യങ്ങളും അടുക്കടുക്കായിട്ടാണ് അങ്ങ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ അതെല്ലാം എഴുതി തയ്യാറാക്കി കയ്യിൽ കൊടുത്തു. മാഞ്ഞു പോകാത്ത രീതിയിൽ കല്ലേൽ എഴുതി കൊടുത്തു. മിച്ചമുള്ളത് എഴുതേണ്ട രീതിയിൽ എഴുതിയും കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ചട്ടവും പ്രമാണമുള്ളൊരു ജനതയായിട്ട് അവരെ മാറ്റി. അവരങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? ചെങ്കടലിൻ്റെ മുമ്പിൽ അവിടെ ടെൻ്റ് അടിക്കാൻ പറ്റില്ലെന്ന്. ഇനി അടുത്ത ടെൻ്റ് എന്ന് പറയുന്നത് എവിടെയാണ്? നെക്സ്റ്റ് ടെൻ്റ് എന്ന് പറയുന്ന മാറയിലാണ്. അത് മരുഭൂമിയിലാണ്, വിൽഡേർനെസ്സിലാണ്. ഇനി ഇവിടെ കൂടാരം അഴിച്ചുകൊള്ളുക. ക്യാമ്പ് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. ക്യാമ്പ് മൂവ് ചെയ്യണ സഹോദരങ്ങളെ. പെസഹായും ചോരത്തലയും ആചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പ് മൂവ് ചെയ്യാണ്. തിടുക്കത്തോടെ മൂവ് ചെയ്യണമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. മിസ്രൈമിൽ ഇനി നമുക്ക് എന്നാ സംബന്ധം? പറവോര് ഞാൻ ഇനി അടിമയല്ലെന്നൊക്കെ പാട്ട് പാടിക്കൊണ്ട് പോവുക. അത് പാട്ട് പാടി തീരുകയാണെങ്കിൽ ഒന്നുകൂടെ ഒരു ശീലോടെ പാടിക്കൊള്ളുക, വീണ്ടും പാടിക്കൊള്ളുക. അങ്ങനെ ചെങ്കടലിൻ്റെ കര വരെ വരിക. അങ്ങനെ ചെങ്കടലിൻ്റെ കര വരുമ്പോൾ അടുത്ത പാട്ട് എടുത്തിടാലോ. ആരിതാ വരുന്നു എന്നൊക്കെയുള്ള പാട്ട് കിടപ്പില്ലേ? മിരിയാമിനെയൊക്കെ കൂട്ടുപിടിക്കുക, പാട്ട് പാടുക. അങ്ങനെ ചെങ്കടൽ കിടന്ന് മറുകര എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുൻപോട്ടൊരു യാത്രയാണ്. വാഗ്ദത്ത ഭൂമിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ളൊരു യാത്രയാണ്. ആ യാത്രയിൽ യോർദാനും കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകേണ്ടതുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞാൽ ദേഹവും ദേഹിയും പെൻഡിങ് ആണ്. സെയ്റ്റാൻ ക്ലെയിം ചെയ്യും. അഥവാ ഫറവോ അവരുടെ മേൽ ക്ലെയിം ചെയ്തതുപോലെ രക്ഷിക്കപ്പെട്ട ഒരുവൻ്റെ മേൽ ആ ക്ലെയിം കിടക്കും. ആ ക്ലെയിമിനെ ക്യാൻസൽ ചെയ്യുമാറ്, അക്കൗണ്ട് എല്ലാം ക്ലോസ് ചെയ്യുമാറ് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾക്കൊക്കെ പല കോണുകളിൽ നിന്നും ഒബ്ജക്ഷൻ വന്നിട്ടുണ്ട്, പല കോണുകളിൽ നിന്നും. അപ്പോൾ അതിലെ ഒബ്ജക്ഷൻ എന്തെന്ന് ചോദിച്ചാൽ, നമ്മളിങ്ങനെ പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ വിശ്വാസ സ്നാനത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അതിൽ സാധാരണ കേൾക്കാറുള്ളൊരു ശബ്ദം, നിങ്ങൾ ഇവരെയൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തിക്കോ, പക്ഷേ ഈ ക്രിസ്ത്യാനികളെ പിടിച്ച് വീണ്ടും ക്രിസ്ത്യാനിയാക്കുന്നത് എങ്ങനെയാണ്, അവരെ വീണ്ടും മാമോദീസ മുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ളൊരു ചോദ്യം വന്നിരുന്നു. അതിന് നമ്മൾ മറുപടി പറഞ്ഞത് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നിന്നാണ്, അല്ലേ? അതിന് നമ്മൾ മറുപടി പറഞ്ഞു തുടങ്ങിയത് എവിടെയാണ്? അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം തുറന്നു വെച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസിൻ്റെ 3-ാം മിഷൻ യാത്രയാണ്. 3-ാം മിഷൻ യാത്രയിൽ എഫെസോസിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ എഫെസോസിലെത്തി ആദ്യമായി കണ്ട ഒരുപറ്റം സഹോദരങ്ങൾ അവരോട് കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നൊക്കെ ഒരു ചോദ്യം ചോദിച്ചു. ഇന്നെങ്ങാനുമാണ് നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നതെങ്കിൽ ആൾക്കാർ ചോദിക്കും, ഒരു പരിജ്ഞാനമില്ല ഇങ്ങേർക്കുന്നത്. പൗലോസ് ആ പരിജ്ഞാനം ഇല്ലാത്ത രീതിയിലാണ് ചോദിച്ചത്. അവരെ കണ്ടപ്പോൾ ഉള്ള സന്തോഷം കൊണ്ട് അവർ ആത്മീയ വിഷയങ്ങളിലൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിന്ന് സംസാരിക്കുന്നു. ഓഹോ, കൊള്ളാം, അപ്പോൾ ഇവർ നല്ല ശിഷ്യന്മാരാണല്ലോ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത് ഞങ്ങളത് കേട്ടിട്ട് പോലുമില്ലെന്ന്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കേണ്ടി വന്നു, നിങ്ങളുടെ സ്നാനം ഏതാണെന്ന്. കാര്യം പറഞ്ഞു, അവർ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. സ്നാനം ഏതാ? യോഹന്നാൻ്റെ സ്നാനമാണ്. അത് കേവലം മാനസാന്തര സ്നാനമാണ്. ന്യായപ്രമാണത്തിൽ നിന്ന് അകന്നു നടന്ന ജനം യോഹന്നാൻ്റെ പ്രസംഗം കേട്ട് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങി വന്ന് യഹോവയായ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ആ നിമിഷം അത് പബ്ലിക്കലി അവർ അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങൾ മടങ്ങി വന്നവരാണ്, ഞങ്ങൾ പ്രമാണത്തിന് വിധേയപ്പെടുകയാണ് എന്നുള്ളത് സമൂഹമധ്യത്തിൽ തെളിയിക്കുമാറ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുമാറ് അവർ വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ്. അത് പുരാതന ലോകത്തൊക്കെയുള്ള ഒരു രീതിയാണ്. അവർ പരസ്യമായി സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു. അതിന് മാനസാന്തര സ്നാനം എന്നാണ് പറയുന്നത്. അതേസമയം നമ്മെ സംബന്ധിച്ച് ഇവിടെ പൗലോസ് പറഞ്ഞ വാക്കെന്താ? നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലുണ്ട്. അതൊന്ന് വായിച്ചേ. ഗലേഷ്യൻസ് ചാപ്റ്റർ 3:2. ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരും. ഇവിടെ പൗലോസ് ലേഖ ഗലാത്യരോട് ചോദിക്കുന്നത്, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. ഞാൻ അധികം ചോദ്യമൊന്നും ചോദിക്കുന്നില്ല. ഒരേ ഒരു ചോദ്യം, ഒരു സിമ്പിൾ ചോദ്യം, ഒരു സിംഗിൾ ചോദ്യം. ചോദ്യം എന്താ? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ
ന്യായപ്രമാണ സംബന്ധിയായ കാര്യത്തെക്കുറിച്ച് നമ്മൾ പൊതുവെ എങ്ങനെയാണ് പറയുന്നത്? ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കുമെന്നാണ്. ന്യായപ്രമാണം അനുശാസിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. യാഗാദി കർമ്മങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അതെല്ലാം പൂർത്തീകരിക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവർ. കർമ്മമാർഗത്തിൽ അധിഷ്ഠിതമായ ഒരു ലൈഫ് സ്റ്റൈലാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഇസ്രായേലിനുള്ളത്. കർമ്മമാർഗം എന്ന് പറയും. പ്രവൃത്തിയാലുള്ള രക്ഷയും പ്രവൃത്തിയാലുള്ള നീതീകരണവും അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇവിടെ പുതിയ നിയമസഭ ആരംഭിച്ചു. കർത്താവിൻ്റെ ശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലോസ് ഗലാത്യയിൽ വന്ന് ദൈവവചനം പ്രസംഗിക്കുകയാണ്. അവിടെ വചനം പ്രസംഗിച്ച് അവിടെ ഒരു സഭ ആരംഭിക്കുന്നു. ഒന്നിലധികം സഭകൾ ഗലാത്യ പ്രൊവിൻസിൽ ആരംഭിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പൗലോസ് തൻ്റെ ശുശ്രൂഷയൊക്കെ അവിടെ അവസാനിപ്പിച്ച് താൻ മടങ്ങി അന്ത്യോക്യയിലേക്ക് പോവുകയാണ്. അന്ത്യോക്യയിൽ ഇരിക്കുമ്പോഴാണ് വിവരം അറിയുന്നത് ഇവിടെ നുഴഞ്ഞുകയറ്റക്കാർ വന്നിരിക്കുന്നു, ഇവിടെ വലിയ പ്രതിസന്ധിയാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് തനിക്ക് കിട്ടിയപ്പോൾ അതിന് തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൊടുത്ത വെളിപ്പാടിൽ എഴുതിയ കത്താണ് ഈ ഗലാത്യ ലേഖനം എന്ന് പറയുന്നത്. അതിൽ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് പൗലോസ് അവിടെ വന്നതും അവരോട് സുവിശേഷം അറിയിച്ചതും സംഭവിച്ചതുമായ കാര്യങ്ങളെല്ലാം ചുരുക്കി ഒരു ലൈനിൽ പറയുകയാണ്, ഒരു സെൻറ്റൻസിൽ. എന്തെന്നത്? നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ നിങ്ങൾ ഇത്ര ബുദ്ധി കേട്ടവരോ. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ പ്രസംഗം അവരുടെ ഉള്ളിൽ വിശ്വാസം അങ്കുരിപ്പിച്ചു. പൗലോസ് എന്താ പ്രസംഗിച്ചത്? ക്രിസ്തുവിൻ്റെ വചനം, അഥവാ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതിന് റോമാലേഖനം എന്താ പറയുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും, അഥവാ ക്രൂശിൻ്റെ വചനത്താലും വരുന്നു. പൗലോസ് ക്രൂശിൻ്റെ വചനങ്ങൾ പ്രസംഗിച്ചു. അങ്ങനെ ഗലാത്യരുടെ ഉള്ളിൽ വിശ്വാസം അങ്കുരിച്ചു. അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. വിശ്വാസത്താൽ കൃപയാലുള്ള രക്ഷയിലേക്ക് അവർ കടന്നു വന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. അന്ന് ഈ കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിൽ സംഭവിച്ചത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിലല്ലേ. പൗലോസ് പ്രസംഗിച്ചത് പരിശുദ്ധാത്മാവിൽ. അവർ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നു. അവർ പാപത്തിലായിരുന്നു. കേട്ടുകൊണ്ടിരുന്ന സമയത്ത് പിതാവായ ദൈവം അവരെ ആകർഷിക്കുന്നു. എവിടേക്കാ? പുത്രൻ്റെ ക്രൂശിങ്കിലേക്ക് ആകർഷിക്കുന്നു. അവിടെ പരിശുദ്ധാത്മാവ് അവർക്ക് പാപബോധം കൊടുക്കുന്നു. പൗലോസ് പ്രസംഗിക്കുന്നത് പരിശുദ്ധാത്മാവിൽ, കേൾവിക്കാരുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പാപബോധം കൊടുക്കുന്നു. എല്ലാം ഒരുമിച്ച് നടക്കുക. അങ്ങനെ ആ പാപബോധത്തിൽ അവർ ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യുന്നു. കേൾക്കപ്പെട്ട വചനം അഥവാ സുവിശേഷം, കൃപയുടെ സുവിശേഷം അവർ റിസീവ് ചെയ്യുന്നു. അവർ അത് സ്വീകരിക്കുന്നു, ഏറ്റെടുക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവകാശം, അധികാരം ലഭിച്ചിരിക്കുന്നു എന്ന കാര്യം പൗലോസ് പറഞ്ഞു. അപ്പോൾ സുവിശേഷം അവർ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ പുത്രനെ കൈക്കൊണ്ടു എന്നാണ്, അഥവാ ക്രിസ്തുവിനെ കൈക്കൊണ്ടു എന്നാണ്. അങ്ങനെ ക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ്റെ ഉള്ളിലേക്ക് ജീവൻ വരികയാണ്, നിത്യജീവൻ. അവിടെ പരിശുദ്ധാത്മാവ് വചനമാകുന്ന വിത്തുമായിട്ടാണ് അവരുടെ ഉള്ളിലേക്ക് വരുന്നത്, അഥവാ ജീവനുമായിട്ടാണ് വരുന്നത്. അത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണ് എന്ന് പറയുമ്പോൾ ഞാനത് വിശദീകരിച്ചതായി കേട്ടത്. വിശദീകരണമാണ് ഈ കേട്ടത്. അവരുടെ ഉള്ളിൽ വിശ്വാസം അങ്കുരിച്ചു. അങ്ങനെ അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അടുത്ത പടിയുണ്ടെന്നേ, അവർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ സ്നാനപ്പെട്ട ദൈവസഭയുടെ ഭാഗമായി തീർന്നു. ഇതല്ലേ അതിൻ്റെ വസ്തുത. അപ്പോൾ ഈ കാര്യം എഫെസോസിലെ ആ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ആ രീതി സംഭവിച്ചിട്ടില്ല. വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ സംഭവിച്ചിട്ടില്ലെന്നേ. യോഹന്നാൻ്റെ ശുശ്രൂഷയിൽ ജനത്തെ പഴയ നിയമത്തിലേക്കാണ് അടുപ്പിക്കുന്നത്. അതേസമയം അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിൽ ജനത്തെ അടുപ്പിക്കുന്നത് ക്രൂശിങ്കിലേക്കാണ്. വ്യത്യാസമുണ്ട്. ക്രൂശിങ്കിലേക്കാണ്. യോഹന്നാൻ്റെ ശുശ്രൂഷയിൽ ജനം എങ്ങോട്ടാണ് അടുക്കുന്നത്? ഹോരേബിലേക്ക് അടുത്തെന്നൊക്കെ വേണേൽ പറയാം. അവർ സീനായി മലയിലേക്ക് അടുത്തുന്നു. അതേസമയം പുതിയ നിയമ ശുശ്രൂഷയിൽ അവർ അടുക്കുന്നത് എങ്ങോട്ടാ? അവർ അടുക്കുന്നത് ക്രൂശിങ്കിലേക്കാണ്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടിയാണ് അത്. കേട്ടിട്ട് പോലുമില്ല. അവർ സുവിശേഷം കേട്ടിട്ടില്ല. പൗലോസ് അവിടെ സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷം അവരെ കേൾപ്പിച്ചു. ഇവിടെ വലിയൊരു വിഷയമുണ്ട് സഹോദരങ്ങളെ. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി നിൽക്കുന്നത് അതിൻ്റെ 5ഉം 6ഉം വാക്യത്തിലാണ്. 5-6 വാക്യത്തിലാണ്. 5-ാം വാക്യത്തിൽ കാണുന്നത്, ഇത് കേട്ടാറെ അവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. അതായത് തൊട്ട് മോളിൽ പറയുന്നത് യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചത്, തൻ്റെ പിന്നാലെ വരുന്നവനായ യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞു. അതായത് യോഹന്നാൻ അന്ന് ഈ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്,
അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അങ്ങനെ വരാൻ പോകുന്ന മശിഹായെക്കുറിച്ചുള്ള സൂചനയൊക്കെ യോഹന്നാൻ പറഞ്ഞിരുന്നു. അതൊക്കെ സത്യമാണ്. ആ കാര്യം ഇവിടെ പൗലോസ് ഒന്ന് സ്പർശിക്കുകയാണ്. അപ്പോൾ ഈ 4-5 വാക്യത്തിനിടയ്ക്ക് അവിടെ മണിക്കൂറുകളുടെ ഒരു മൗനമുണ്ട്. ഈ 4-5 വാക്യത്തിനിടയ്ക്ക് പൗലോസ് അവരോട് എന്തെല്ലാം പറഞ്ഞെന്നുള്ള ഇവിടെ എഴുതിയിട്ടില്ല പ്രിയരെ. നമുക്ക് 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്ന ഇത്രയേ ഉള്ളൂ. ഇത് കേട്ടാറേ. എന്ത് കേട്ടാറേ? അതായത് സത്യസുവിശേഷം അതിൻ്റെ നിലയിൽ കേട്ടു. ഈ ജനം, ഈ പറയപ്പെട്ട ശിഷ്യന്മാർ അത് കേട്ടു. അവരവിടെ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും എല്ലാം കേട്ടു. കാര്യങ്ങളെല്ലാം കേട്ടു. ഇത് കേട്ടാറേ അവർ സ്നാനത്തിന് തയ്യാറായി. അവിടെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതിന് നമുക്ക് വിശദീകരണമുണ്ട്. അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെയാണ് സ്നാനം കഴിപ്പിച്ചത്. ഇതിനിപ്പോൾ അടുത്ത കൊടയും പടിയായിട്ട് ചിലരൊക്കെ വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത്രയും പറഞ്ഞങ്ങ് വിടുകയാണ്. അത് വിശദീകരിക്കാൻ നിൽക്കുന്നില്ല, നമുക്കതിനുള്ള സമയം ഇവിടെ ഇല്ല. നിശ്ചയമായും അവിടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെയാണ് അവർ സ്നാനമേറ്റത്. ഇവിടെ ചിലർ ചോദിച്ച ചോദ്യം എന്താണെന്നറിയാവോ? പൗലോസ് അവരെ സ്നാനപ്പെടുത്തിയെന്ന് നിങ്ങൾ എന്തർത്ഥത്തിലാണ് പറയുന്നത്? കഴിഞ്ഞ ആഴ്ചത്തെ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ വന്ന ആ സഹോദരങ്ങളോട് പൗലോസ് സുവിശേഷം അറിയിച്ചു, അവരെ സ്നാനപ്പെടുത്തി, അവർ ആത്മാവിൽ നിറയപ്പെട്ടു, അവർ പ്രവചിച്ചു, അന്യഭാഷകളിൽ സംസാരിച്ചു, ഇതൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ചില പണ്ഡിത ശിരോമണികൾ നമ്മളോട് ചോദിച്ചത്. എന്താ ശിരോമണികൾ ചോദിച്ചത്? പൗലോസ് സ്നാനപ്പെടുത്തിയെന്ന് ഇവിടെ എവിടെയാണ് വാക്യെന്ന്. അതൊരു ചോദ്യമാണ്, ഭയങ്കര ചോദ്യമാണ് അത്. അങ്ങനെ ഒരു വാക്യം ഇവിടെ ഉണ്ടോ? പൗലോസ് സ്നാനപ്പെടുത്തിയെന്ന് അവിടെ ഉണ്ടോ ജോമേഷേ? ഒത്തിരി കാലം കൂടി വന്നാൽ അപ്പോൾ ഒരു നടയടി കൊടുത്തേക്കാം. പൗലോസ് സ്നാനപ്പെടുത്തിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ അതിന് മറുപടി കൊടുക്കും നമ്മൾ? അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് അവർക്ക് ഒരു മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ 19-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്നുള്ള ചോദ്യത്തിന് അവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് കേട്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ സ്നാനത്തെക്കുറിച്ച് ചോദിച്ചതാരാ? പൗലോസാണ്. അവരതിന് മറുപടിയും പറഞ്ഞു. അത് കഴിഞ്ഞ് പൗലോസ് അവരോട് സുവിശേഷം പറഞ്ഞു. അതെല്ലാം കേട്ടാറെ അവർ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ഇതിനു മുമ്പ് അവർ എടുത്ത സ്നാനം എന്ന് പറയുന്നത് മാനസാന്തര സ്നാനമാണ്. അത് ഒരു പഴയ നിയമ സ്ട്രക്ചറിൽ നിന്നുകൊണ്ടുള്ള സ്നാനമാണ്, യോഹന്നാൻ്റെ കൈക്കീഴിൽ. എന്നാൽ ഇവിടെ പുതിയ നിയമ ശുശ്രൂഷകരുടെ കൈക്കീഴിലാണ് സ്നാനപ്പെടാൻ പോകുന്നത്, അല്ലേ? അവർ സ്നാനപ്പെട്ടു എന്ന് നമ്മൾ വായിക്കുന്നത്. പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നും അടുത്ത വാക്യത്തിലുണ്ട്. അപ്പോൾ ഇവിടെ പൗലോസാണ് സ്നാനപ്പെടുത്തിയെന്ന് നമ്മൾ പറയാൻ കാരണം, സാമാന്യ ബുദ്ധിക്ക് നമുക്ക് അങ്ങനെ പറയാൻ കഴിയൂ. കാരണം അവിടെ അവരോട് ഈ കാര്യങ്ങളെല്ലാം പങ്കുവെച്ചത് പൗലോസാണ്. കൂടെ പത്രോസും ഇല്ല, യോഹന്നാനും ഇല്ല, വേറെ ആരുമില്ല. തൻ്റെ ശിഷ്യഗണങ്ങളായ തിമത്തിയോസും സിലനോസും പിന്നെ സഹചാരിയായ ലൂക്കോസൊക്കെ കൂടെയുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെ അവതരിപ്പിച്ചത് പൗലോസാണ്. അവരത് കേട്ട് ഏറ്റെടുത്തു. അടുത്തപടി അവർ സ്നാനപ്പെടുകയാണ്. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് വന്ന് സ്നാനപ്പെടുത്തി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കാരണം അവിടെ സന്നിഹിതനായിട്ടുള്ള അഭിഷിക്തൻ എന്ന് പറയുന്നത് പൗലോസാണ്. അത് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാം, അല്ലേ? ഇപ്പോൾ ഇവിടെ ഇത്രയും പേര് ഇരിപ്പുണ്ട്. ഇതിൽ ദൈവവചനം പ്രസംഗിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാരല്ലേ, ദൈവത്തിൻ്റെ ജനമല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ വെക്കുമോ? ഇന്നിപ്പോൾ ഒരാളെ ഇവിടെ പ്രസംഗിക്കുന്നത്, അത് ഞാനാണ് പ്രസംഗിക്കുന്നത്. എല്ലാവരും കൂടി അല്ലല്ലോ പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതിനാണ് ദൈവം നമുക്ക് പരിജ്ഞാനം തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ശിരോമണികൾ, പണ്ഡിത ശിരോമണികൾ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ. പൗലോസിനാലാണ് ഈ സംഭാഷണമൊക്കെ നടന്നിരിക്കുന്നത്. പൗലോസ് അവിടെ സ്നാനപ്പെടുത്തിയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത കാര്യവും കൂടെ, പൗലോസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അഭിഷിക്തൻ അവിടെ സ്നാനപ്പെടുത്തിയെന്ന് കരുതിക്കോ, നോ പ്രോബ്ലം. പൗലോസ് തന്നെയാണ് സ്നാനപ്പെടുത്തിയത്. നമുക്ക് അങ്ങനെ ഒരു വാദമില്ലെന്നേ. നമ്മുടെ വിഷയം കഴിഞ്ഞ ആഴ്ചത്തെ പൗലോസും പത്രോസും അല്ല. നമ്മുടെ വിഷയം പൊതുവിൽ ആളുകൾ റേസ് ചെയ്യുന്ന ഒരു ചോദ്യമുണ്ട്. വീണ്ടും സ്നാനപ്പെടുത്തുകയോ വീണ്ടും മാമോദീസയോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തിയതാണ് 19-ാം അധ്യായത്തിൽ. അവിടെ പൗലോസിന് പ്രസക്തിയില്ല, പത്രോസിനും പ്രസക്തിയില്ല. അവിടെ പ്രസക്തമായ കാര്യം എന്താ? അവർ ശരിയായ ട്രാക്കിൽ വന്ന് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ചു എന്നുള്ളതാണ്. ആ ശിഷ്യന്മാർക്കാണ് അവിടെ മുൻഗണന. മുൻപ് അവർ യോഹന്നാൻ്റെ സ്നാനത്തിൽ നിലനിന്നവരാണ്. ഇപ്പോൾ പുതിയ നിയമ ശുശ്രൂഷകരുടെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് ദൈവരാജ്യത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അപ്പം മുൻപൊരു സ്നാനം എന്ന് പറയുന്നത് അത് ദൈവത്താൽ തന്നെ നിയോഗിക്കപ്പെട്ടൊരു സ്നാനവും കാര്യങ്ങളുമാണ്. യോഹന്നാൻ ആരാ? ദൈവത്താൽ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ച മനുഷ്യനല്ലേ? ദൈവത്തിൻ്റെ പ്രവാചകനാണ് യോഹന്നാൻ.
യഹൂദ ജനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനമാണ്. അവർ യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. അപ്പോൾ ആ സ്നാനത്തിന് അന്നൊരു വാലിഡിറ്റി ഉണ്ട്. പക്ഷേ ഇത് രണ്ടും രണ്ടർത്ഥമാണ്, രണ്ടിനും രണ്ട് ഉദ്ദേശമാണ്. അതാണ് തിരിച്ചറിയേണ്ടത്. യോഹന്നാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ്. അവിടെ കാലങ്ങളായിട്ട് സ്നാനം നടന്നുകൊണ്ടിരിക്കുന്നു. യോഹന്നാൻ യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ ആളാണ്, ചില്ലറ പുള്ളിയല്ല. അപ്പോൾ അങ്ങനെ സ്നാനപ്പെടുത്തിയ ആളുടെ സ്നാനത്തെ റദ്ദ് ചെയ്തുകൊണ്ട് പൗലോസ് അതിന് മേൽ കയറിക്കൊണ്ട് അടുത്തൊരു സ്നാനം കൊണ്ട് നടത്തുക എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരുന്നായിരുന്നെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെടുമെന്നൊരു ചോദ്യമുണ്ട്. ഇഷ്ടത്തിൻ്റെ ഇഷ്ടക്കേടിൻ്റെ വിഷയം ഉദിക്കുന്നില്ല. ഇവിടെ പുതിയ നിയമ സഭ ആരംഭിച്ചു. സഭയുടെ അപ്പോസ്തോലൻ, അതിൻ്റെ അഭിഷിക്തൻ, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടയാൾ, സഭയുടെ രീതി ഇന്നതാണെന്ന് പറഞ്ഞാൽ യോഹന്നാനല്ലോ പറയാനുണ്ടോ? ഇവിടെ ഇതാ പൗലോസും ശീലനോസും തിമത്തിയോസും ഒക്കെ നിൽക്കുകയാണ്. അവരെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? അവർ യോഹന്നാനേക്കാൾ വലിയവനെന്നല്ലേ സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? അത് ആരാ പറഞ്ഞിരിക്കുന്നത്? കർത്താവല്ലേ പറഞ്ഞിരിക്കുന്നത്? യോഹന്നാൻ്റെ കാലഘട്ടത്തിലുള്ള പഴയ നിയമ ശുശ്രൂഷ എന്ന് പറയുന്നത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇതോ ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. ഇത് അധികാരത്തിൻ്റെ ശുശ്രൂഷയാണ്. ഇത് തികച്ചും വ്യത്യസ്തമായ കാര്യപരിപാടിയല്ലേ? ദൈവരാജ്യം. അതുകൊണ്ട് ഇവരെ വീണ്ടും സ്നാനപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ ആദ്യത്തെ സ്നാനമാണ് പെടുന്നത്, ഒന്നാമത്തെ സ്നാനം. മുൻപുള്ളതോ അത് വേറൊരു മതപശ്ചാത്തലത്തിൽ, വേറൊരു സംവിധാനത്തിന് കീഴിൽ അവർ അതിൻ്റെ നിയമാവലികൾ പാലിച്ച് ചെയ്ത കാര്യങ്ങളാണ്. അതിനിവിടെ വാലിഡിറ്റി ഇല്ലെന്നേ. അതിനിവിടെ ഒരു വാലിഡിറ്റി ഇല്ല. ഇവിടെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിക്കണം. അതാണ് ആദ്യപടി. കൃപയാലുള്ള രക്ഷ ആസ്വദിക്കണം. ക്രൂശിൻ്റെ ദർശനത്തിലേക്ക് കടക്കണം. അങ്ങനെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് ആ ആകർഷണ വലയത്തിൽ പരിശുദ്ധാത്മാവിനാൽ പാപബോധം വന്ന് അങ്ങനെ മുൻപോട്ട് വരുന്ന വ്യക്തിയെ സ്നാനപ്പെടുത്തണം. അതാണ് ഇവിടെ പൗലോസ് ചെയ്തുള്ളൂ. അത് ഒന്നാമത്തെ സ്നാനമാണ്, അല്ലാതെ 9ാമത്തെ അല്ലാതെ. അതാണ് യഥാർത്ഥ സ്നാനം. സ്നാനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രൈറ്റീരിയ പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? വിശ്വാസത്താലുള്ള നീതീകരണം സംഭവിച്ചിരിക്കണം, നിർബന്ധമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം സംഭവിച്ചാൽ താമസിക്കേണ്ട, 6 കൊല്ലം വേണ്ട, 6 മാസവും വേണ്ട. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വ്യക്തിക്ക് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കാം. താമസിക്കേണ്ട കാര്യമില്ലെന്നേ, സ്നാനപ്പെടാം. അപ്പോൾ ഒന്നാമത് സംഭവിക്കേണ്ട കാര്യം എന്താ? ഈ പറഞ്ഞ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവരുടെ ഉള്ളിൽ ആരംഭിക്കണം. പരിശുദ്ധാത്മാവ് വിത്തകത്ത് കൊണ്ടുവരണം. വചനമാകുന്ന വിത്തകത്തുള്ളവൻ മാത്രം സ്നാനത്തിന് ഇറങ്ങി തിരിച്ചാൽ മതി. അല്ലാതെ പനി മാറാനും ചൊറി മാറാനും മറ്റേ കലഹങ്ങൾ മാറാനും കുടുംബ കലഹങ്ങളൊക്കെ മാറാൻ ആളുകൾ സ്നാനപ്പെടും. സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി, ബിസിനസ്സിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി, സ്വർഗത്തിൽ പോകാൻ, ഇങ്ങനെയൊക്കെ സ്നാനപ്പെടുന്ന പരിപാടിയുണ്ട്. പെടുത്തുന്ന പുള്ളികളുമുണ്ട്. അങ്ങനെ പെട്ടോളാൻ പറയും, സ്നാനപ്പെട്ടോളോ, എടുത്ത് ചാടിക്കോളാൻ പറയും. ലോക വിവരക്കേടല്ലേ ഇതൊക്കെ? ഇതിൻ്റെ ആ തത്വം നോക്കിക്കേ, അല്ലെങ്കിൽ ദൈവം വെച്ച പാറ്റേൺ നോക്കിക്കേ. വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുമ്പോൾ അവിടെ ക്രൂശ് വെളിപ്പെടുകയല്ലേ? ഒരുവൻ ക്രൂശിൻ്റെ മുമ്പാകെ സറണ്ടർ ചെയ്യാതെ അവൻ എന്തെന്നും പറഞ്ഞാൽ സ്നാനപ്പെടാൻ പോകുന്നത്? അവൻ ആരോട് ചേരാനാ സ്നാനപ്പെടാൻ പോകുന്നത്? ഏതവനോട് ചേരാനാ? കർത്താവിനോട് ചേരാനാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ കടന്നു പോകണം. ഈ ആദ്യപടിയിലൂടെ കടന്നു പോകണം. ഇതാണ് ആദ്യപടി. അത് കഴിഞ്ഞിട്ടാണ് വിശ്വാസ സ്നാനം. ഈ ചാനലിലൂടെ തന്നെ കടന്നു പോകണം. ഇങ്ങനെ തന്നെയാണ് മുൻപോട്ട് പോകേണ്ടത്. അതാണ് ഇവിടെ വെച്ചിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു മാറ്റം നമ്മൾ കണ്ടത് കൊർന്നേലിയോസിൻ്റെ വീട്ടിലാണ്. അതൊരു സ്പെഷ്യൽ കേസാണ്. സ്പെഷ്യൽ കേസ് എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമല്ല, സ്പെഷ്യൽ കേസാണ്. അവിടെയും സ്നാനത്തിന് മുമ്പ് അവർ പരിശുദ്ധാത്മ നിറവിലേക്ക് വന്നെങ്കിലും അതിനു മുമ്പും അവർ വിശ്വാസവചനം കേട്ടുകൊണ്ടിരുന്നു. പത്രോസിൻ്റെ പ്രസംഗം കേട്ട് കുത്തുകൊണ്ടവരാണ് അവർ. അവിടെ വീണ്ടും ജനനം നടന്നിട്ടുണ്ട് അല്ലേ? അവിടെ വിശ്വാസത്താലുള്ള നീതീകരണം സംഭവിച്ചു. കൃപയാലുള്ള രക്ഷ അവർ അനുഭവിക്കുകയാണ്. ആ സമയത്താണ്, സെയിം ടൈമിലാണ് ആത്മാവിൻ്റെ നിറവ് അവരുടെ മേലേക്ക് കടന്നു വരുന്നത്. അതൊരു വിശേഷപ്പെട്ട കാര്യമാണ്. ബലാത്കാരം ചെയ്തതാണ് ആ കണ്ടത്. ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്തെന്ന് പറഞ്ഞതുപോലെ കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ അവരുടെ വിശ്വാസവും അവരുടെ കാത്തിരിപ്പും അവിടെ ഒരു വിശേഷപ്പെട്ട കാര്യം സംഭവിച്ചു. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, നമ്മൾ ജനറൽ പാറ്റേൺ ആണ് പറയുന്നത്. ജനറൽ പാറ്റേൺ ആണ്. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സഹോദരങ്ങളെ. അപ്പോൾ ഇങ്ങനെ വിശ്വാസ സ്നാനത്തിലേക്ക് വന്ന വ്യക്തികൾ പിന്നത്തേതിൽ കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിച്ചെന്നും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. ഫിലിപ്പോസിൻ്റെ ശുശ്രൂഷയിൽ താൻ ശമരിയിൽ കടന്നുപോയി. അവിടെ സുവിശേഷം അറിയിച്ചു, ക്രിസ്തുവിനെ പ്രസംഗിച്ചു, ക്രൂശിക്കപ്പെട്ടവനെ ക്രിസ്തുവിനെ ഉയർത്തി. ജനം വിശ്വാസ വഴിയിലേക്ക് വന്നു. അവരെ താൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ ഏൽപ്പിച്ചു. എന്നിട്ട് അപ്പസ്വലന്മാരെ വിളിച്ചു വരുത്തി
അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. അവർ ആത്മാവിൽ നിറയപ്പെട്ടു, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടു. അത് ആദ്യത്തെ സംഭവമൊന്നുമല്ല, അത് മാളികമുറി മുതലാണ് തുടങ്ങുന്നത്. മാളികമുറി മുതൽ അവിടെ ആത്മാവിൽ നിറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചവർ ആത്മാവിൽ നിറയപ്പെടുന്നു. ആത്മനിറവിൻ ജീവിതം, ആത്മസ്നാനം, ആത്മനിറവ്, അങ്ങനെ പല കാര്യങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ പറയാനുണ്ട്. അങ്ങനെ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പറയപ്പെട്ട നിറവിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകത്തിൻ്റെ തലത്തിലേക്കും കൊർന്നല്യോസിൻ്റെ വീട്ടുകാർ വന്നെന്നല്ലേ നമ്മൾ പറഞ്ഞത്. കൊർന്നല്യോസിനെയും ഭാര്യയും വിളിച്ചിട്ട് പത്രോസ് വരി വരിയായിട്ട് നിൽക്കുക. ഞാൻ ഇച്ചിരി മൂറാൻ പൂശിക്കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് കൊർന്നല്യോസിനോട് പത്രോസ് പറഞ്ഞോ? അങ്ങനെയൊന്നും പുസ്തകത്തിലില്ല. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ആത്മാവിന് ലഭിക്കുകയാണ്. ഒരുവൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നത് എങ്ങനെയാ? അവൻ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സുവിശേഷം റിസീവ് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ്. അല്ലാതെ ഏതെങ്കിലും എണ്ണ പൂശിയിട്ടല്ല പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത്. അവനെ രക്ഷയിലേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവാണ്. സഹോദരങ്ങളെ, എത്ര റോയൽ ഡോക്ടറിനാണ് നമ്മൾ പറയുന്നത്, റോയൽ ഡോക്ടറിൻ. അതല്ലേ പെന്തക്കോസ്തുകാർ അടുക്കും ചിട്ടയോടെ പറയുന്ന ഈ മനോഹരമായ ഉപദേശത്തെ പുറംകാലുകൊണ്ട് തട്ടിക്കളയുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടമെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ ഒരുവൻ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. കുറച്ച് വെള്ളം ഒരാളുടെ തലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അയാൾ രക്ഷപ്പെടുവോ? പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്, പിതാവാണ് ആകർഷിക്കുന്നത്, ക്രൂശിങ്കിലേക്ക് അവനെ അടുപ്പിക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അവിടെ സുവിശേഷ നിമിത്തം അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയാണ്. സ്വാതന്ത്ര്യത്തിലേക്ക് വന്നവർ മാത്രമാണ് മാമോദീസയ്ക്ക് ഇറങ്ങേണ്ടത്. അല്ലാത്തവരുടെ എല്ലാം കാലിൽ ചങ്ങലയുണ്ട്. 2 മാസം പ്രായമായ കൊച്ചായാലും കൊള്ളാം, 6 മാസം പ്രായമായ കൊച്ചായാലും കൊള്ളാം, എല്ലാത്തിൻ്റെ കാലിലും ചങ്ങലയുണ്ട്. ചങ്ങലകളാൽ പാപത്തിൻ്റെ ബന്ധനത്തിലാണ് എല്ലാവരും. വ്യക്തമായി ബൈബിൾ അത് പഠിപ്പിക്കുന്നു. അപ്പോൾ ഈ ചങ്ങലയും വെച്ചുകൊണ്ടല്ല വെള്ളത്തിൽ ചാടുന്നതും വെള്ളം തളിക്കുന്നതും ഒക്കെ. അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം, അതിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിക്കണം. ആ സ്വാതന്ത്ര്യം ലഭിച്ചവൻ സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി വരണം. ഷണ്ണൻ ഇറങ്ങി വന്നില്ലേ? ഷണ്ണൻ ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകമൊക്കെ തുറന്നു വെച്ച് ഫിലിപ്പോസ് ഷണ്ണനോട് അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവൻ്റെ പ്രാണനൊരു അകർത്തിയാഗമായി തീർന്നെന്നൊക്കെ വിശദീകരിച്ചു കൊടുത്തു. അവൻ പീഡനത്താലും ശിക്ഷാവിധിയാലും എടുക്കപ്പെട്ടു. മിസ്റ്റർ ഷണ്ണൻ, താങ്കൾക്ക് വേണ്ടിയാണ് അവൻ കാൽവറിയുടെ കൊലമരത്തിൽ 2 കരങ്ങളും വിരിച്ചു കൊടുത്തത്, ആണിയടിക്കപ്പെട്ടത്. എല്ലാം കേട്ടു. ഷണ്ണൻ ആ സുവിശേഷത്തിന് മുമ്പാകെ സറണ്ടർ ചെയ്തു, സ്വാതന്ത്ര്യം അനുഭവിച്ചു. ചങ്ങലകൾ അഴിഞ്ഞു വീണു. ഫിനാൻസ് മിനിസ്റ്ററുടെ ചങ്ങലകൾ അഴിഞ്ഞു വീണു. അങ്ങനെ സ്വാതന്ത്ര്യം അനുഭവിച്ച ഷണ്ണൻ, വെള്ളമുണ്ടല്ലോ, എന്താ ഇനി താമസം എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഫിലിപ്പോസിനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ ഇത് ഗ്രഹിക്കുന്നുവോ? കാര്യങ്ങളൊക്കെ ചോദിച്ചു. 2 പേരും കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഓക്കേ, യാതൊരു നിർബന്ധങ്ങളുമില്ല, ഇവിടെ പരപ്രേരണകളില്ല. അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെന്നേ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഈ മനുഷ്യന് സുബോധമുണ്ട്. പ്രായപൂർത്തിയായ മനുഷ്യനല്ലേ? എത്യോപ്യൻ ഫിനാൻസ് മിനിസ്റ്റർ പ്രായപൂർത്തിയായ ആളല്ലേ? അദ്ദേഹത്തിന് ബോധമില്ലേ? പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങി. പാഴിൽ ശൂന്യമായ ഷണ്ണൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങി. പാഴിശൂന്യമായ ജീവിതം, ഇരുൾ മൂടിയ ജീവിതം വെളിച്ചത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സന്തോഷത്തിലാണ് പറയുന്നത്, അടിയനിതാ. അവർ ഇരുവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. ചില ബിരുദന്മാർ ചോദിക്കുന്നുണ്ട്, വെള്ളത്തിലിറങ്ങിയെന്ന് ബൈബിളിൽ വാക്യമുണ്ടോയെന്ന്. എന്നാ പറയാനവരോടൊക്കെ? ഒന്ന് ബൈബിൾ വായിക്കില്ല, അത് ചുമ്മാ തട്ടപ്പുറത്ത് വെച്ചിട്ട് ഒരു മാലയും തൂക്കിയിടും, 2 മെഴുതിരി അപ്പുറം ഇപ്പുറം കത്തിച്ച് വയ്ക്കും. അത് താഴെ എടുക്കും മിസ്റ്റർ, എന്നിട്ട് വായന ആരംഭിക്കുക. വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിച്ചാൽ കിട്ടുന്ന കാര്യമുള്ളൂ. അവർ ഇരുവരും വെള്ളത്തിലേക്ക് ഇറങ്ങി. പിന്നീട് അവർ ഇരുവരും വെള്ളത്തിൽ നിന്ന് കയറി എന്നൊക്കെയാണ് വായിക്കുന്നത്. യേശുക്രിസ്തു യോർദാൻ നദി സ്നാനമേറ്റെന്നൊന്നും പറഞ്ഞ് ഞാൻ സാധാരണ പറയാറില്ല. ഇവിടെ പുതിയ നിയമസഭ ആരംഭിച്ചതിന് ശേഷമുള്ള കാര്യം നമ്മുടെ മുമ്പിലൂടെ സ്പഷ്ടമായിട്ടുണ്ട്. പിന്നെ എന്തിനാ ഇനി വേറെ കാര്യമൊക്കെ പറയുന്നത്? അങ്ങനെ അവർ കരയിലേക്ക് കയറി തിരിച്ചു വന്നു. തിരിച്ച് ഷണ്ണൻ തൻ്റെ രാജ്യത്തിലേക്ക് പോയി. പിന്നീട് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ട് പോയി. എങ്ങോട്ടാ പോയത്? ആത്മാവ് ഫിലിപ്പോസിനെ കൊണ്ടുപോകുന്നത് ശമരിയയിലേക്കല്ല, ശമരിയയിലേക്കല്ല, വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് കൈസരിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത്രയേ ഉള്ളൂ. ഷണ്ണൻ സന്തോഷത്തോടെ പോയി നമ്മൾ വായിക്കുന്നത്. ഈ സന്തോഷം എവിടെ നിന്ന് വന്നതാ? കുറച്ച് വെള്ളം എടുത്തിങ്ങനെ സ്പ്രേ ചെയ്തപ്പോഴാണോ? ഞങ്ങൾ ആണുങ്ങൾ സാധാരണ ഈ ബാർബർ ഷോപ്പിൽ പോകുമ്പോൾ
അവിടെ ഇരിക്കുന്ന ആ ബിരുദൻ ഇങ്ങനെ ഒരു വെള്ളം കൊണ്ടുവന്ന് ചീറ്റിക്കും തലമുടി വെട്ടാൻ നേരത്തെ അതെങ്ങനെ കൊണ്ടുവന്ന് ചീറ്റിക്കും. അതുപോലെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തപ്പോൾ ചടന് സന്തോഷം വന്നെന്നുള്ളതാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? കഷ്ടമുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ആരംഭിച്ചെന്നേ പാഴും ശൂന്യമായ ജീവിതം അത് ലൈവായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ സന്തോഷത്തിൻ്റെ ഉറവ പൊട്ടുകയാണ്. അവിടെ സ്വസ്ഥതയിലേക്ക് വരികയാണ് അദ്ദേഹം, സ്വസ്ഥതയിലേക്ക്, അങ്ങനത്തെ ഒരു ലൈഫിലേക്ക് വരികയാണ്. സ്നാനപ്പെട്ട് കഴിഞ്ഞു, അതാണ് അതിൻ്റെ രീതി. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഇത്ര വിസ്തരിച്ച് ഇത്ര മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. എത്രയോ ദേവദാസന്മാർ അങ്ങനെ പറയുന്നു, എത്രയോ ദേവദാസന്മാർ. അപ്പോൾ ഈ 19-ാം അധ്യായത്തിൽ നിന്ന് വന്ന ചോദ്യത്തിൻ്റെ മറുപടി വന്നെന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ പൗലോസ് സ്നാനപ്പെടുത്തിയോ ഇല്ല, അത് നമ്മുടെ വിഷയമല്ല. സ്നാനപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ട്. എക്സ് ഓർ വൈ ആരും ആകട്ടെ, ആരെങ്കിലും അവരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ആണെന്ന് നമ്മൾ വിശ്വസിക്കാനായിട്ടുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ലഭിച്ചിട്ടുള്ള സാമാന്യജ്ഞാനമാണ്. ആ സാമാന്യജ്ഞാനത്തിൽ അങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ. ഇനി അടുത്തൊരു ചോദ്യം കൂടെ അതിനോട് ചേർത്തുണ്ട്, അതും കൂടി അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. ഈ അപ്പോസ്തലന്മാർ ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? അതൊരു ചോദ്യമാണ്. 12 അപ്പോസ്തലന്മാർ ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോ? സിജോ എന്തോ പറയാൻ വന്നിട്ടുണ്ട്. സിജോയ്ക്ക് മൈക്ക് കൈമാറുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തില് ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി എന്ന് പറയുന്നത് അത് സഭ ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് സിജോ. സഭ ആരംഭിച്ചതിന് ശേഷം അപ്പോസ്തലന്മാർ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ സ്നാനപ്പെടുത്തിയോ എന്നുള്ള ചോദ്യത്തിന് എങ്ങനെ മറുപടി കൊടുക്കാം? അതൊക്കെ നമുക്ക് വിശദീകരണത്തിൽ വരുന്നതാണ് എൻ്റെ കുഞ്ഞാടെ. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ശാന്തമായി അല്ല ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത്. നമ്മുടെ കൊങ്ങായിക്ക് പിടിച്ചിട്ടാണ് ചോദ്യം ചോദിക്കുന്നത്. അല്ലാതെ സുഖമാണോ, ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടല്ല ഈ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. പിടിച്ചിങ്ങനെ അമർത്തിയിട്ടാണ് ചോദിക്കുന്നത്. 12 അപ്പോസ്തലന്മാർ ആരെങ്കിലും സ്നാനപ്പെടുത്തിയിട്ടുണ്ടോന്ന്. അവരുടെ ശുശ്രൂഷ പിന്നെ കാണുകയല്ലേ അപ്പോസ്തല പ്രവൃത്തി മുതൽ മുൻപോട്ട്. ആദ്യത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് പത്രോസ് 3000 പേര് സ്നാനപ്പെട്ടു എന്ന് എഴുതിയിട്ടുള്ളത് ശിഷ്യന്മാരല്ലേ? എൻ്റെ പൊന്നെ, അതൊക്കെ വിശദീകരണമാണ്. ചോദ്യം ക്ലിയറാണ്. നിങ്ങൾ വാക്യം എടുത്ത് കൊടുക്കേണ്ടി വന്നാൽ എങ്ങനെ എടുത്ത് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് നമ്മൾ എങ്ങനെയെങ്കിലും കത്രിക പൂട്ടുക എന്നുള്ളതാണ് ഈ പണ്ഡിത ശിരോമണികളുടെ ഉദ്ദേശം. അതിനാണ് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്. പക്ഷെ നമുക്ക് മിനിമം ഉത്തരവുണ്ട് സഹോദരങ്ങളെ, നമുക്ക് മിനിമം ഉത്തരവുണ്ട്. ഏതൊരു മനുഷ്യനും, അത്യാവശ്യ സുബോധമുള്ളൊരു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിലുള്ള ഉത്തരം നമുക്കുണ്ട്. ഈ സ്നാനവുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഗൗരവമായി കാണുന്ന മത്തായി 28-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മുടെ കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, ഈ 12 പേരോടാണ് പറയുന്നത്, വേറെ ആരോടുമല്ല പറയുന്നത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. അങ്ങനെ ആ സുവിശേഷം കൈക്കൊണ്ട് വരുന്നവരെയെല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം എന്ന് ഈ 12 പേരോടാണ് പറയുന്നത്. അതിൻ പ്രകാരം അവരവരുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അവരുടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരികയാണ്. നമ്മൾ കാത്തിരിക്കുകയാണ്. അവർ ആത്മാവിൽ നിറയപ്പെടുകയാണ്. പത്രോസിൻ്റെ പ്രസംഗം, 1-ാമത്തെ പ്രസംഗത്തിൽ തന്നെ 3000 പേരാണ് കുത്തുകൊണ്ടുവന്ന ആൾക്കാർ, അഥവാ സറണ്ടർ ചെയ്യപ്പെട്ട ആൾക്കാർ ഇരുകരങ്ങൾ ഉയർത്തി നിൽക്കുകയാണ്. എന്ത് ചെയ്യണം ഞങ്ങളെന്ന് ചോദിച്ച് രക്ഷപ്പെടാൻ. അപ്പോൾ അവർക്ക് രക്ഷാമാർഗം പറഞ്ഞു കൊടുക്കുകയാണ്, അതിൻ്റെ വഴി പറഞ്ഞു കൊടുക്കുകയാണ്. വഴി, വാസ്തവമായ വഴി, സത്യവഴി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടണം, കേട്ട സുവിശേഷം സ്വീകരിക്കണം. അങ്ങനെ പാപക്ഷമ വാങ്ങിച്ച് വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച് അടുത്തപടി നിങ്ങൾ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. 2-ാം അധ്യായത്തിൽ ഇതൊക്കെ തന്നെയാണ് പത്രോസ് പറയുന്നത്. അങ്ങനെ പത്രോസിൻ്റെ വാക്ക് കേട്ടവർ ഏകദേശം 3000-ഓളം പേരുണ്ടായിരുന്നു. അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റു. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ആ സമയത്ത് അവിടെ 12 പേരുണ്ട്. ഈ പുരുഷാരം അവിടെ ഓടിക്കൂടുന്ന സമയത്ത് 12 പേരും പിന്നെ ആ കൂട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു 120 പേരെയാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തലന്മാരെന്ന നിലയിൽ, ശുശ്രൂഷകരെന്ന നിലയിൽ ഇവർ 12 പേരും അവിടെ ഉണ്ട്, സന്നിഹിതരാണ്. അപ്പോൾ ഈ 3000 പേരെ ഒരു പത്രോസ് തന്നെ വെള്ളത്തിലിറക്കി കയറ്റിക്കഴിഞ്ഞാൽ 1 മാസം വേണ്ടി വരുമായിരിക്കും. നമുക്ക് സാമാന്യ ബുദ്ധിക്ക് എന്തെന്ന് ചിന്തിക്കാം.
ഈ 12 അപ്പോസ്തലന്മാരും വെള്ളത്തിൽ ഇറങ്ങി നിന്ന് ഈ 3000 പേരെ 1 by 1 ആയിട്ട് അവരെ താഴേക്ക് വിളിക്കുകയാണ്, വെള്ളത്തിലേക്ക് വിളിച്ച് അവരെ സ്നാനപ്പെടുത്തുകയാണ്. സ്നാനം എന്ന് പറയുന്നത് ശരിക്കും എന്താ? സ്നാനം എന്ന് പറയുന്ന ഒരു ഫ്യൂണറൽ സർവീസാണ്, ഒരു ശവസംസ്കാര ശുശ്രൂഷയാണ്. പഴയ മനുഷ്യനെ അടക്കുകയാണ്, കല്ലറയിലേക്കാണ് കൊണ്ടുവരുന്നത്, കല്ലറയിൽ അടക്കുകയാണ്. കല്ലറയിൽ അടക്കണമെങ്കിൽ അടക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണ്? സാധാരണഗതിയിൽ ഇങ്ങനെ കിടത്തിയോ അല്ലെങ്കിൽ ഇരുത്തിയോ, രണ്ട് രീതിയിലും അങ്ങനെയല്ലേ അടക്കുന്നത്. പാത്രിയാർക്കീസിനെയൊക്കെ ആണെങ്കിൽ ഇരുത്തി അടക്കാം, പോപ്പിനെ ആണെങ്കിൽ കിടത്തി അടക്കാം, അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ. അടക്ക ശുശ്രൂഷയാണ് നടക്കുന്നത്. അത് വെള്ളം തളിക്കുക എന്നുള്ളതല്ല അവിടുത്തെ പ്രസക്തി. അവിടെ അടക്കുകയാണ്, ഈ വ്യക്തി തിരിച്ചറിയുകയാണ്, കണ്ടു നിൽക്കുന്നവർ തിരിച്ചറിയുകയാണ്. ഇവിടെ ഒരു ഫ്യൂണറൽ സർവീസ് നടക്കുകയാണ്, ആദാമിൻ്റെ മകനെ ഇവിടെ അടക്കുകയാണ്. അതല്ലേ സംഭവിക്കേണ്ടത്? പത്രോസ് പറഞ്ഞത് കേട്ട് മുൻപോട്ട് വന്ന ഈ 3000-ഓളം പേര് സ്നാനത്തിന് തയ്യാറായല്ലോ. അപ്പോൾ അവരെ സ്നാനപ്പെടുത്താനായിട്ട് പത്രോസ് പെട്ടെന്ന് ഫോൺ എടുത്തു. ഹലോ, അഭിഷിക്തന്മാരായ ഹന്നാസെ, കയ്യഫാസെ, അല്ലെങ്കിൽ കൂട്ടത്തിൽ സഹായത്തിന് പീലാത്തോസിനെ, ഹെരോദാവിനെയും കൂടെ വിളിച്ചേക്കാം. 3000 പേരുണ്ടല്ലോ, നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് സ്നാനപ്പെടുത്തും. ഞങ്ങൾ വെറും മുക്കുവന്മാരാണല്ലോ, നിങ്ങൾ ഇവരെയൊക്കെ ഒന്ന് സ്നാനപ്പെടുത്തി യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുപോയി ഇച്ചിരി ആനാവെള്ളവും തളിച്ച് ഈ ഇച്ചിരി മൂറോനും കൂടെ പൂശി ഇങ്ങ് തിരിച്ച് തന്നേരെ. അങ്ങനെയാണോ പത്രോസ് പറഞ്ഞത്? ഈ 12 അപ്പോസ്തലന്മാരല്ലാതെ വേറെ ആരാ അവരെ സ്നാനപ്പെടുത്തുന്നത്? ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണിത്, സത്യഗ്രന്ഥമാണ്. ഇതിനകത്ത് എഴുതിയിരിക്കുകയാണ് 3000 പേര് സ്നാനപ്പെട്ടെന്ന്. ആര് പെടുത്തി എന്നുള്ളതിനല്ല പ്രസക്തി. മണ്ടൻ ചോദ്യങ്ങളുമായിട്ടാണ് വരുന്നത്. ആര് സ്നാനപ്പെടുത്തി എന്നുള്ളതിനല്ല ഇവിടെ പ്രാധാന്യം. അവർ രക്ഷയിലേക്ക് വന്നു, അവർ സ്നാനപ്പെട്ടു, അവർ ക്രിസ്തുവിനോട് ചേർന്നു, അതിനാണ് പ്രാധാന്യം. അവിടെ പ്രൈം ഇമ്പോർട്ടൻസ് ഏതിനാ? അവർ ക്രിസ്തുവിനോട് ചേർന്നു, ക്രിസ്തീയ ജീവിതം ആരംഭിക്കുകയാണ്, കർത്തൃത്വം ക്രിസ്തുവിന് വിട്ടുകൊടുക്കുകയാണ്. അന്നേരം പറയുകയാണ്, അതാരാ സ്നാനപ്പെടുത്തിയത്? അന്നേരം സമയം 11:40 ആയിരുന്നോ? അയ്യോ, ഭയങ്കര ചോദ്യമാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ലെന്ന് ഉറങ്ങൂല. 11:45 ആയാലോ? കാതലായ കാര്യങ്ങളിൽ നിന്ന് ഇങ്ങനെ പിശാച് ഈ ജന്മങ്ങളെ ഈ വഴിതെറ്റിച്ച് കളഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കാതലായ കാര്യം ഒരുവരിരുന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഇത്ര കൃത്യമായിട്ട് ഈ കാര്യത്തിൻ്റെ ഗൗരവം അവതരിപ്പിക്കുമ്പോൾ വെറും മുട്ടായുക്തിയുമായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നിലവാരമില്ലാത്ത ചോദ്യമായിട്ടല്ലേ വരുന്നത്. ആരാ സ്നാനപ്പെടുത്തിയെന്ന് അത് അറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാണ് വരുന്നതെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാം. അതേസമയം നമ്മെ ബ്ലോക്ക് ചെയ്യാനാണ് വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല. അവർ സ്നാനപ്പെട്ടിട്ടില്ലെന്നാണ് തോന്നണേ. അത് ചുമ്മാ പുസ്തകത്തിൽ എഴുതിയതാന്ന് പറഞ്ഞു വേണേൽ വിടാം, അല്ലാതെ ഇത്തരക്കാരോട് എന്ത് പറയാനാ? അപ്പോൾ സഹോദരങ്ങളെ, പൗലോസിൻ്റെ കാര്യത്തിൽ നമ്മളൊരു ഉത്തരം കണ്ടെത്തി. ഇവിടെ അപ്പോസ്തലന്മാർ സ്നാനപ്പെടുത്തിയോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. കർത്താവ് കൽപ്പിച്ചു സ്നാനപ്പെടണമെന്നുള്ള കാര്യം. അത് അപ്പോസ്തലന്മാർ ശിരസ വഹിച്ചു. അവരുടെ മെസ്സേജിനകത്ത്, കൺക്ലൂഷനകത്ത് അത് വന്നു. ചോദ്യത്തിൻ്റെ മറുപടി പറയുന്ന സമയത്ത് പത്രോസ് കൃത്യമായിട്ട് പറഞ്ഞു. മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞു, അതായത് വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച് പറഞ്ഞു. അടുത്തപടി നീതീകരിച്ചവനോട് ചേരണമെന്നുള്ള കാര്യം പറഞ്ഞു. അതാണ് സ്നാനം എന്ന് പറയുന്നത്. അതെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ആ 3000-ഓളം ആളുകൾ സ്നാനപ്പെട്ടെന്ന, പിന്നീട് 5000-ഓളം പേര് സ്നാനപ്പെട്ടെന്ന. അപ്പോൾ ഇവരെയൊക്കെ ആരാ സ്നാനപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഇവരല്ലാതെ പിന്നെ വേറെ ആരാ സ്നാനപ്പെടുത്തുന്നത്? ഞാനും നിങ്ങളും പോയാണോ അന്ന് സ്നാനപ്പെടുത്തിയത്? ഈ അപ്പോസ്തലന്മാർ അവരെ സ്നാനപ്പെടുത്തി. വളരെ കൃത്യമല്ലേ? ഇനി മേലാൽ ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നേക്കരുത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അന്ന് അത് മാറിപ്പോയല്ലോ. അന്ന് എന്നത് ഏത് കാലത്താണെന്നോ? അങ്ങനെയല്ലേ ചോദിച്ചത്? അത് ഒന്നുകൂടെ എടുത്ത് അതായത് നമ്മൾ 2-ാം അധ്യായത്തിൽ കാര്യം ഇപ്പോൾ പറഞ്ഞത്. 2-ാം അധ്യായത്തിൽ ആ സമയത്ത് പെന്തക്കോസ്ത് പെരുന്നാളിനോടുള്ള ബന്ധത്തിൽ അവിടെ യെരുശലേമിൽ വന്ന ആളുകൾ, യഹൂദന്മാരായവർ, ആ ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ തന്നെ എല്ലാവരും, അവരെല്ലാം രംഗത്ത് വന്നു. അവരെ 6 കൊല്ലം കഴിഞ്ഞിട്ടല്ലല്ലോ സ്നാനപ്പെടുത്തുന്നത്. തൽക്ഷണം ആ ദിവസം തന്നെ, അല്ലെങ്കിൽ അത് അന്ന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ദിവസമായിരിക്കും. ആ സെയിം ഡേ സ്നാനപ്പെടണമെന്നില്ലല്ലോ. 3000 പേരെ സ്നാനപ്പെടുത്താൻ രാത്രി പാതിരാത്രിയായിട്ട് പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം. അങ്ങനെ ചിന്തിക്കണം. അത് ഈ കാലം ഏതെന്നുള്ളതിനല്ല ഇവിടെ പ്രസക്തി. മനസ്സിലാക്കുക, കാലത്തിനും സമയത്തിനും അല്ല പ്രസക്തി, 11:45 അല്ല പ്രസക്തി. അവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു.
അടുത്തപടി അവർ വിശ്വാസ സ്നാനത്താൽ അവരെ നീതീകരിച്ചവനോട് ചേർന്നു. ഇത് കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രാധാന്യമില്ല. അവരുടെ രക്ഷ അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതായത് ക്രിസ്തുവിലൂടെയുള്ള രക്ഷ അവർ ആസ്വദിച്ചു തുടങ്ങുകയാണ്. അവർ ക്രിസ്ത്യാനിത്വം ആസ്വദിച്ചു തുടങ്ങുകയാണ്. അവർ ചൂടുവെക്കുകയാണ് മുൻപോട്ട്. അപ്പോൾ ആ ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ കൊണ്ട് തീർന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഈ പറഞ്ഞു വന്നതിൻ്റെ ഒരു തുടർച്ച എന്താ നമ്മൾ പറഞ്ഞു വന്നേ? വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ചിലരുടെയൊക്കെ കയ്യിൽ കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒന്നും മനസ്സിലാകില്ല. അവർക്കൊന്നും മനസ്സിലാകില്ല, ഒന്നും ഏറ്റെടുക്കാൻ കഴിയില്ല. അതേസമയം പ്രായപൂർത്തിയായ കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിവുള്ള നിങ്ങൾക്കിത് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒരു സമയത്ത് ഈ മാർഗത്തിലേക്ക് ചൂടുവെച്ചത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ചത്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഈ പറയുന്ന ഒന്നും മനസ്സിലാകില്ല. അവർക്ക് കുറഞ്ഞതൊരു 10 വയസ്സിന് മുകളിലേക്ക് വന്നെങ്കിലേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞാൽ മനസ്സിലാകുകയുള്ളൂ, ഗ്രഹിക്കാൻ കഴിയൂ. അങ്ങനെ അവർക്ക് തിരിച്ചറിവ് വരുന്ന സമയത്ത്, അവർക്ക് പാപബോധം ഉളവാകുന്ന സമയത്ത് അവർ സുവിശേഷം കേട്ട് അനുസരിക്കേണ്ടതുണ്ട്. എന്നവർക്ക് പാപബോധം വരുന്നോ, ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം വരുന്നോ, അന്നവർ സറണ്ടർ ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് നിരന്തരമായി സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അവരുടേതായ പ്രായത്തിൽ 10 15 എത്രയാണെന്ന് വെച്ചാൽ 20 ഈ കാര്യത്തെക്കുറിച്ച് നല്ല ബോധ്യം വന്ന സ്പർശനമേറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനമേറ്റ് ആ ഒരു തലത്തിലേക്ക് വന്ന ആളുകളെ സ്നാനപ്പെടുത്തുക, അതാണ് അതിൻ്റെ സത്യം. അതേസമയം ഇന്ന് ഈ പൊതുവായി ക്രൈസ്തവ ലോകം ചെയ്യുന്ന കാര്യങ്ങൾ, അതിനോട് ചേർന്ന് ചെയ്യുന്ന ചില മണ്ടത്തരങ്ങൾ, സ്നാനവും പരിശുദ്ധാത്മ സ്നാനവും എന്ന് പറയുന്ന ആ കാര്യങ്ങളെ വികലമായി ചിത്രീകരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മളവരെ പരിഹസിക്കുന്നതല്ല, നമ്മൾ നമ്മുടെ ബോധ്യത്തിൽ നിന്നാണ് പറയുന്നത്. ആ കാര്യങ്ങളെയൊക്കെ ഈ വലിയ സമൂഹം വികലമായാണ് ചിത്രീകരിക്കുന്നത്. കാരണം ഇത്രയും സമയമെടുത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗഹനമായ ആത്മീയ വിഷയങ്ങളാണ്. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. ഏറ്റവും സീരിയസ് ആയി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യം അതാണ്. രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്, ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിഷയമാണ്. പഴയ നിയമത്തിൻ്റെ രീതിയല്ല പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിൽ ഒരു സമൂഹത്തെ ഒന്നടങ്കം രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനവർഗത്തെ രക്ഷിച്ചു കൊണ്ടുപോവുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല, വ്യക്തിപരമായി ഓരോരുത്തരെയാണ് രക്ഷിക്കുന്നത്. ഒരു കുടുംബത്തിലെ അപ്പൻ രക്ഷ കണ്ടെത്തിയാൽ അമ്മ രക്ഷ കണ്ടെത്തണമെന്നില്ല. മറ്റൊരു കുടുംബത്തിൽ മക്കൾ രക്ഷ കണ്ടെത്തിയാൽ അമ്മയപ്പന്മാർ കണ്ടെത്തണമെന്നില്ല. അപ്പോൾ അവർ കേൾക്കുന്ന സുവിശേഷം സ്വീകരിച്ച് അവർക്ക് ഓരോരുത്തർക്കും രക്ഷയിലേക്ക് വരാം. വ്യക്തിപരമാണ്. രക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചു. പരിച്ഛേദനയുമായിട്ട് ഇതിന് ഒരു ബന്ധവും ഇല്ലെന്ന്. 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുന്നതും സ്നാനവുമായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധവുമില്ല. അവിടെ ഇസ്രായേലിയർക്ക് ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് നിർബന്ധമാണ് 8-ാം നാളിൽ അതിനെ പരിച്ഛേദന ഏൽപ്പിക്കണം. കുഞ്ഞിനോട് ചോദിച്ചിട്ടല്ല പരിച്ഛേദന ഏൽപ്പിക്കുന്നത്. അത് അബ്രഹാമുമായി ദൈവം വെച്ച ഉടമ്പടിയാണ്. അത് ഇസ്മായിലിനോടും ഇസ്ഹാക്കിനോടും ചോദിച്ചിട്ടല്ല അവരെ പരിച്ഛേദന ഏൽപ്പിച്ചത്. അത് അബ്രഹാമും ദൈവമായിട്ടുള്ളൊരു ഉടമ്പടി ബന്ധമാണ്. ഇതിൻ്റെ തലമുറകളെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് അത് പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. ദൈവമായിട്ടുള്ള ബന്ധം, ആ കാര്യത്തിൽ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നു. അതേസമയം രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ദൈവത്തോട് ബന്ധപ്പെടുകയാണ്. നിരപ്പിൻ്റെ വചനത്താൽ നിരപ്പിക്കപ്പെട്ട നമ്മൾ ദൈവത്തോട് അനുരഞ്ജനപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് വരികയാണ്, ദൈവരാജ്യത്തിലേക്ക് വരികയാണ്. അല്ലാതെ ഇത് കൊച്ചു കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് അപ്ലൈ ചെയ്യാവുന്ന കാര്യങ്ങളല്ല. ചിന്തിക്കണ സഹോദരങ്ങളെ, മുൻവിധിയാൽ ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വരാതെ നിങ്ങൾ നിങ്ങളുടെ മുൻവിധികളെ മാറ്റിവെച്ചിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ ബൈബിളുമായിട്ട് ഒത്തുനോക്കുമ്പോൾ അത് ഒത്തുപോകണം. അതിനായിട്ട് ഉത്സാഹിക്കുക. ഒന്ന് കാര്യങ്ങളെ അന്വേഷിക്കാമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞങ്ങൾ ചില വീഡിയോസ് നിങ്ങളെ കാണിക്കാം. ഈ സ്നാനത്തോടൊക്കെയുള്ള ബന്ധത്തിൽ, പരിശുദ്ധാത്മ സ്നാനത്തോടൊക്കെയുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആ പറഞ്ഞ വാക്കുകളെ പിൻവലിക്കുന്നില്ല, ആ വാക്കുകളെ തന്നെ ഉപയോഗിക്കുകയാണ്. വികലമായി ഈ കാര്യങ്ങളെ ചിത്രീകരിക്കുകയാണ്. ഈ പൊതുലോകത്തിൻ്റെ മുമ്പാകെ തുറക്കപ്പെട്ട പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനൊരു പുസ്തകം കയ്യിൽ കിട്ടിയിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ താണിരുന്ന് ഇതിൻ്റെ ഉള്ളടക്കവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൽ അത് ഗ്രഹിച്ചിട്ട് ചെയ്യേണ്ട ശുശ്രൂഷകളാണ്. അതിന് പകരം
മനസ്സിന് ചൂട് പിടിച്ചിട്ട് ഏതോ കാലഘട്ടത്തിൽ ദൈവസഭ ഈ യഥാർത്ഥ ഉപദേശത്തിൽ നിന്ന് വഴുതിപ്പോയി നമുക്കറിയാം. 3 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ സഭ അതിൻ്റെ ട്രാക്കിൽ നിന്ന് വഴുതി മാറി എന്നുള്ളത് ഒരു പരമാർത്ഥമായ സത്യമാണ്. പിന്നീട് കാലാന്തരത്തിൽ നോക്കുമ്പോൾ ഓരോന്ന് അതിനകത്തേക്ക് കടന്നു വന്നു. പലവിധമായ ഉപദേശങ്ങൾ, പലവിധമായ ആചാര അനുഷ്ഠാനങ്ങൾ, അങ്ങനെ കടന്നു വന്ന ചില കാര്യങ്ങളാണ് ശിശുക്കളെ സ്നാനപ്പെടുത്തുക എന്നുള്ളത്. ആ ശിശുക്കളെ സ്നാനപ്പെടുത്തുക എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ ചില ആൾക്കാരങ്ങ് വിരളി പിടിക്കും. ശിശുക്കളെ സ്നാനപ്പെടുത്തരുതെന്ന് ബൈബിളിൽ വാക്യമുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അതൊരു ചോദ്യമാണ്. ശിശുക്കളെ സ്നാനപ്പെടുത്തരുത് എന്ന് ഒരു വാക്യമുണ്ടോ? തിരിച്ചൊരു ചോദ്യമുണ്ട്, ശിശുക്കളെ സ്നാനപ്പെടുത്തണമെന്നൊരു വാക്യമുണ്ടോ? രണ്ടു കൂട്ടരും വിഷമിച്ചു പോവും അങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്തെന്നാ വരുന്നത്? ഉത്തരം സുവിശേഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ. സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ ഒരുവനുണ്ടാകുന്ന ആ ആന്തരിക ചലനങ്ങൾ, ചേഞ്ചസ്, മാറ്റങ്ങൾ, അവൻ ദൈവമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക് കടന്നു വരുന്നത്, അതിൻ്റെ ഊഷ്മളമായ ഊട്ടിയുറപ്പിക്കലാണ് സ്നാനത്തിലൂടെ സംഭവിക്കുന്നത്. രക്ഷിച്ചവനോട് ചേരുക. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, എന്നെ രക്ഷിച്ചവനോട് ചേരുകയാണ്. ജീവൻ്റെ പുതുക്കത്തിൽ എനിക്ക് നടക്കണം. പരിശുദ്ധാത്മാവാം ദൈവമേ എന്നെ നയിക്കണമേ. ഇതൊക്കെയല്ലേ അവിടെ സംഭവിക്കുന്നത്. ഇതൊക്കെ ശിശുക്കളുമായി ബന്ധപ്പെടുത്തി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ? എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തി വെള്ളത്തിലിറങ്ങി പൂർണ്ണമായും വെള്ളത്തിലേക്ക് മുങ്ങുകയാണ്. അങ്ങനെയാണ് ആ കല്ലറയിൽ അടക്കുന്നത്. നമ്മൾ സാധാരണ കല്ലറയിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ടുപോയി അടക്കുന്നത് എങ്ങനെയാണ്? തല മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി എല്ലാം കൂടെ താഴേക്ക് വയ്ക്കുമോ? അങ്ങനെയാണോ അടുക്കുന്നത്? ശവവാടക്കിന് നമ്മൾ പോകുമ്പോഴേ തല മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി താഴേക്ക് വയ്ക്കുക, അങ്ങനെയാണോ? മുഴുവനായിട്ടല്ലേ അടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ. ഇത് വരാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ നിഴലും കൂടെയാണ് പ്രിയരെ. അതാണ് ഇവർക്കൊന്നും മനസ്സിലാകാത്തത്. ഈ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇത് അടുത്ത പടി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു നിഴൽ പോലെ നിൽക്കുകയാണ്. ഈ വെള്ളത്തിൽ ഈ മനുഷ്യൻ സമ്പൂർണ്ണമായി മുങ്ങിക്കിടക്കുന്നത് പോലെ, അതായത് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് പോലെ, അടുത്ത പടി ഈ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ മുങ്ങാനുള്ളതാണ്. അതിൻ്റെ നാന്ദി എന്നോണമാണ് ഈ കാര്യവും നിഴൽ പോലെ നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഈ സ്നാനപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ അടുത്ത പടി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ? അദ്ദേഹം ഇതേ നിലയിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നദിയിലേക്കും ഇറങ്ങും. ഇവിടെ ഈ വെള്ളത്തിലെ എക്സ്പീരിയൻസ് എന്താണോ, തലയിലെ അവസാനത്തെ രോമം വരെ മുങ്ങിപ്പോവുക വെള്ളത്തിൽ. ആ നിലയിൽ തന്നെ ഒരു സ്നാനം പരിശുദ്ധാത്മാവിൻ്റെ നദിയിലുണ്ട്, ആത്മസ്നാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്നാനം വരും ദിവസങ്ങളിൽ അനുഭവിക്കേണ്ടതുണ്ട്. അപ്പോൾ തല മാത്രം വെള്ളത്തിൽ മുക്കുന്നതും കാല് മുക്കുന്നതും അര കൊണ്ടുപോയി വെള്ളത്തിൽ മുക്കുന്നതും അങ്ങനെയൊക്കെ മുക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഉപദേശം നിങ്ങൾ എങ്ങനെ സ്ഥാപിക്കും? മൊത്തത്തിൽ കുഴഞ്ഞു കിടക്കുകയാണല്ലോ. കുഴഞ്ഞു കിടക്കുന്നിടത്ത് ഇത് നമ്മളിത് ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പറഞ്ഞാലൊന്നും ഈ പറഞ്ഞ മനുഷ്യർക്ക് മനസ്സിലാകണമെന്നില്ല. ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് ഭയത്തോടും വിറയലോടും വചനത്തിന് മുമ്പാകെ ആയിരുന്നാൽ പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരും. നമ്മൾ ആ വീഡിയോയിലെ ആദ്യത്തെ വീഡിയോ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞല്ലോ, ആ വീഡിയോ ഒന്ന് കാണിച്ചേ. സഹോദരങ്ങളെ, വേഗം ഞാൻ അവസാനിപ്പിക്കാം. ഒരു ചെറിയ വീഡിയോസാണ്, 2-3 വീഡിയോസ്. ഈ വീഡിയോസ് കാണിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. പൂർണ്ണമായിട്ട് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ അതിൻ്റെ ബാലൻസ് നമുക്ക് കാണിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഈ സ്നാനം കഴിഞ്ഞിട്ട് നമുക്കിനി ആത്മസ്നാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ആ കാര്യങ്ങളെ പറയണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൽ ഇന്നത്തെ ഈ വചനവുമായിട്ട് ഒത്തുപോകാത്ത കാര്യങ്ങളെ നമുക്ക് കാണാൻ കഴിയും. യെസ്, of that gladness. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Unto the healing of body and soul. Amen. Unto the hearing of faith. Amen. Thy hands have made me and fashioned me. Amen. That he may walk
in thy way of thy commandments, O Lord. Amen. The servant of God, Elias, is baptized in the name of the Father and of the Son and of the Holy Spirit. സഹോദരങ്ങളെ, ഇപ്പോൾ ഈ കണ്ട വീഡിയോയിൽ ആ പുരോഹിതൻ ആ കുഞ്ഞിനെ വെള്ളത്തിലേക്ക് തലകീഴായി കുത്തി ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ മെസ്സേജ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ഈ വീഡിയോ റിജക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഇതുപോലെ ഈ കൊച്ചിനെ മുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ വീഡിയോയ്ക്ക് അകത്തുണ്ടായിരുന്നു. അത് യൂട്യൂബ് റിജക്റ്റ് ചെയ്തു. നമ്മുടെ ഫുൾ വീഡിയോ റിജക്റ്റ് ചെയ്തു. കാരണം കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചൈൽഡ് അബ്യൂസും അങ്ങനെ പല കാര്യങ്ങളുണ്ട് യൂട്യൂബുമായി ബന്ധപ്പെട്ട്. അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ അനുവദിക്കില്ല. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട് നമുക്ക്. അതിനനുസരിച്ച് കുഞ്ഞുങ്ങളോടുള്ള ക്രൂരതയാണിത്. ഞാനല്ല കേട്ടോ പറഞ്ഞത്. അതിപുരാതന നസറാണികൾ എൻ്റെ പുറത്ത് കുതിര കയറാൻ വരണ്ട, യൂട്യൂബിൻ്റെ ആൾക്കാരോട് പോയി പറയുക. അവർ പറയുന്നത് ഇത് വളരെ ക്രൂരമാണ്. അങ്ങനെ നമ്മുടെ വീഡിയോ അവർ ബ്ലോക്ക് ചെയ്തു. പിന്നെ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുമായിട്ട് എഴുതി എന്തുകൊണ്ടെന്നുള്ള ചോദ്യം കൊണ്ടല്ലോ. ഈ വീഡിയോ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിൽ നിന്ന് തന്നെ എടുത്ത് ഞങ്ങൾ പോസ്റ്റ് ചെയ്തതാണ്. ആ ഒറ്റ കാരണത്താലാണ് നമുക്ക് നമ്മുടെ വീഡിയോ റിലീസ് ചെയ്ത് കിട്ടിയത്. ആ വീഡിയോ യൂട്യൂബിലുണ്ട്. വീഡിയോ റിലീസ് ചെയ്ത് കിട്ടിയതിൻ്റെ കാരണം അങ്ങനെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാവോ? ഈ വീഡിയോ കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് താല്പര്യപ്പെടുന്ന കാര്യം, ഇവിടെ ഇതൊരു പുരോഹിതൻ ആ കുഞ്ഞിനെ തലകീഴായി അതിൻ്റെ തല മാത്രം 3 പ്രാവശ്യം, 1 പിതാവിൻ്റെ, 2 പുത്രൻ്റെ, 3 പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മുക്കി. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണുമ്പോൾ നേരെ തിരിച്ചാണ്. വേറൊരു വീഡിയോയിലേക്ക് വരുമ്പോൾ കാല് മാത്രം എടുത്ത് മുക്കും, തലയിൽ ഇങ്ങനെ വെള്ളം ഒന്ന് തടവി വിടും. ഇനി ഇതിനകത്ത് കാത്തലിക് പ്രീസ്റ്റുകളുണ്ട്, കാത്തലിക് പുരോഹിതന്മാർ ഈ കൂട്ടത്തിലുണ്ട്. വേറെ ചില വീഡിയോസിലേക്ക് വരുമ്പോൾ ഓർത്തഡോക്സ് പുരോഹിതന്മാരുണ്ട്. ഓർത്തഡോക്സ് പുരോഹിതന്മാർ പലതരം ഓർത്തഡോക്സ് ഉണ്ട്. അതിൽ പലതരം ഓർത്തഡോക്സ് പുരോഹിതന്മാർ മാമോദീസ കൊടുക്കുന്നുണ്ട്. അതിൽ ചില സ്ഥലത്ത് വരുമ്പോൾ പുരോഹിതന്മാരുടെ തലയിൽ തൊപ്പി കാണും. നിർബന്ധമായി ശുശ്രൂഷയിൽ അവരുടെ തലയിൽ തൊപ്പി കാണും. അതിൽ ചില സ്ഥലങ്ങളിൽ കറുത്ത തൊപ്പിയായിരിക്കും, ചില സ്ഥലങ്ങളിൽ വേറെ സൈസിലുള്ള തൊപ്പിയായിരിക്കും. ഇനി ചില രാജ്യങ്ങളിലേക്ക് എന്ന് കഴിഞ്ഞാൽ പുരോഹിതൻ്റെ മെത്രാൻ്റെ തലയിൽ തൊപ്പിയില്ല. സംഭവമൊക്കെ ഓർത്തഡോക്സ് ഒക്കെ തന്നെയാണ്. ഇനി ഓരോ സ്ഥലത്തും സ്നാനപ്പെടുത്തുമ്പോൾ, അത് ഞാൻ ആ പുരോഹിതന്മാരുടെ വേഷവിധാനം പറഞ്ഞെന്ന് മാത്രം. ചില സ്ഥലത്ത് അവരുടെ വേഷവിധാനം വെള്ളയായിരിക്കും ഒരു കളറ്, ചിലപ്പോൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് വേറെ കളറായിരിക്കും. കളർ അവിടെ നിൽക്കട്ടെ. ഈ കുഞ്ഞുങ്ങളെ മാമോദീസ ഏൽപ്പിക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ടതുപോലെ തലകീഴായി കുത്തും, കാല് വയ്ക്കും, പിന്നെ തലയിൽ വെള്ളം ഒഴിക്കും. അടുത്ത ചിലതിനകത്ത് ഈ പുരോഹിതൻ്റെ കൈ വെള്ളത്തിൽ നനച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പൂശി വിടും, തലയിൽ ഒന്ന് തുടച്ചു വിടും. അതാണ് മാമോദീസ. ഈ പറയപ്പെട്ട സമൂഹമൊക്കെ ഈ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന ആളുകളോട് ഇവർ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എന്തുമാത്രം 1,900 ഗ്രൂപ്പുണ്ട്, കോണ്ടമാനമുണ്ട്. ഒരുത്തിൻ്റെ ഉപദേശമല്ല വേറൊരുത്തിൻ്റെ ഉപദേശം. ഒരുത്തൻ ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ അങ്ങനെ പറയുന്നു. ഒരുത്തൻ പറയുന്നു വാലല്ല തലയാക്കുമെന്ന്, വേറൊരുത്തൻ പറയുന്നു തലയല്ല വാലാക്കുമെന്ന്. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങളുടെ കാര്യം? ഏകീകൃതമായ വല്ലതും ഉണ്ടോ? നിങ്ങൾക്ക് കാതലിക്കുണ്ടോ, പാത്രിയാർക്കീസ് ഉണ്ടോ, പോപ്പുണ്ടോ? അതൊക്കെയാണ് ചോദിക്കുന്നത്. ശരി, തിരിച്ചൊരു ചോദ്യം. ഇതെല്ലാം ഉണ്ടല്ലോ നിങ്ങളുടെ കയ്യിൽ. നിങ്ങളെന്തിനാ ഈ കൊച്ചിനെ തലകീഴായി കുത്തുന്നത്? നിങ്ങളെന്താ മലങ്കര നസ്രാണികൾ ഈ കൊച്ചിൻ്റെ തലയിൽ വെള്ളം സ്പ്രിങ്കിൾ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈ അച്ഛൻ ചെയ്ത പോലെ ചെയ്താൽ പോരെ? നിങ്ങളെന്താ ഒരു ഏകീകൃത സ്വഭാവത്തിലേക്ക് വരാത്ത? ഈ അച്ഛനെന്താ തലയിൽ തൊപ്പി വയ്ക്കാത്തത്? ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അയാളുടെ തലയിൽ തൊപ്പി വേണ്ടേ? എന്നാ മര്യാദയുടെ കാണിക്കുന്നത്? ഈ സ്നാനത്തൊട്ടി എന്ന് പറയുന്നത് ഇരുമ്പും കൊണ്ടുള്ള സ്നാനത്തൊട്ടിയാണോ? അതാണോ പൂർവന്മാരുടെ നിങ്ങളുടെ സമ്പ്രദായം? കല്ലുകൊണ്ടുള്ള സ്നാനത്തൊട്ടിയിലല്ലേ സ്നാനപ്പെടുത്താൻ പാടുള്ളൂ. കല്ല് ചെത്തിയെടുത്ത, ഒറ്റക്കല്ലിൽ ചെത്തിയെടുത്ത സ്നാനത്തൊട്ടിയിലല്ലേ ഇത് ചെയ്യേണ്ടത്. അതിന് പകരം ഏതോ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിനകത്ത് കൊച്ചിനെ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് മുക്കുക. ഇത് മര്യാദയാണോ? ഇത് ശരിയായ രീതിയാണോ? അവിടെ ഒരു 3 മെഴുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെന്താ മെഴുതിരി കത്തിക്കാത്ത ആ സമയത്ത് അതിൻ്റെ സൈഡിൽ? ഇനി അനവധി ചോദ്യങ്ങൾ വരും, അനവധി കാര്യങ്ങൾ. ഇങ്ങനെ അനവധി കാര്യങ്ങൾ നമുക്കും പറയാനുണ്ടെന്നേ. നിങ്ങൾക്കൊന്നും ഏകദേശ രൂപങ്ങളില്ല ഒരു കാര്യത്തിലുമില്ല. ഇതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ഗൗരവം പൊതുസമൂഹത്തോട് പറയുന്നത്
ഓരോരുത്തർക്ക് ബോധിച്ചതുപോലെ ചെയ്യുന്നു. എന്നിട്ട് വേറൊരുത്തൻ്റെ നേരെ എന്ത് ചെയ്യുന്നു? അവനവൻ്റെ കണ്ണിൽ വലിയ തടിക്കട്ടണമായിരിക്കുന്നത്, തേക്കിൻ്റെ തടിയായിരിക്കുന്നത്. എന്നിട്ടാണ് ബാക്കിയുള്ളവരുടെ കണ്ണിലെ കോലെടുക്കാനും കരടെടുക്കാനൊക്കെ വരുന്നത്. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. അടുത്ത വീഡിയോ. Baptism is the first sacrament of the Church. Through baptism, we become members of the Church. The baptism water is blessed by the celebrant, asking God for the divine life from the water to be transferred to the baptized children. Parents and godparents are asked to renew the promises which were made at their own baptism. Do you believe in God, the Father Almighty, creator of heaven and earth? The celebrant asks the parents and godparents if it is their will that the child be baptized in the church. So Sean and Elizabeth and your godparents, is it your will that Emily Patricia should be baptized in the faith of the church which we have professed with you? The celebrant pours the baptismal water over the child's head 3 times, baptizing them in the name of the Father and of the Son and of the Holy Spirit. Jasper, I baptize you in the name of the Father and of the Son and of the Holy Spirit. The baptized are anointed on their crown with oil of chrism. Anointing with the oil of chrism is a sign that the baptized are set apart to live a certain way of life. It is used at baptism to symbolize the baptized life with Christ. The baptized are clothed in white as a sign of dignity and the new life of the resurrection. The baptismal candles are lit from the Paschal candle. This symbolizes the light of Christ which will shine on and through. ഓക്കെ സഹോദരങ്ങളെ, ഈ കണ്ട വീഡിയോയിൽ നിന്ന് നമുക്ക് ഒരു സാമാന്യം നല്ല നിലയിലൊരു വിശദീകരണം തരേണ്ടതുണ്ട്. അതിനുള്ള സമയമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ആ പുരോഹിതൻ ആ കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം ഒഴിക്കുന്നു ഒരു ചെറിയ പാത്രം കൊണ്ട്. മറ്റൊരു കുഞ്ഞിൻ്റെ തലയിൽ വെള്ളം കൈകൊണ്ട് കോരി ഒഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ക്രിസമോയിൽ അഥവാ ഈ പറയപ്പെടുന്ന മുറോൻ, അഭിഷേക തൈലം ആ കുഞ്ഞിൻ്റെ തലമേൽ പുരട്ടുന്നു. അടുത്ത ചില വീഡിയോയിലേക്ക് വരുമ്പോൾ കുഞ്ഞിൻ്റെ തലയ്ക്ക് പകരം നെറ്റിമേൽ പൂശുന്നു. അത് കഴിഞ്ഞ് ശരീരത്തിലെ പല ഭാഗത്തും അത് പൂശുന്നു. ഇങ്ങനെയൊക്കെയാണ് അടുത്ത വീഡിയോകളിൽ കാണുന്നത്. അപ്പോൾ ഇത് അഭിഷേക തൈലവുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൻ്റെ ആത്മീയ അർത്ഥങ്ങളും ഒക്കെ പറഞ്ഞു വരണമെങ്കിൽ സമയമെടുക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് അതിലേക്ക് കടന്നാൽ എത്തില്ലെന്ന എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് നമുക്ക് വീഡിയോസൊക്കെ കാണാം, കണ്ടിട്ട് ചെറിയ വിശദീകരണം തന്ന് നെക്സ്റ്റ് വീക്കിലേക്ക് അത് ഗഹനമായി പറയേണ്ടതുണ്ടല്ലോ. വിശ്വാസ സ്നാനത്തെ പോലെ തന്നെ ആത്മസ്നാനത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പറയേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ ഓയിലിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് വേണം പറയാൻ. സമയമില്ലാത്തത് കൊണ്ട് ഇന്ന് അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പം ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുഭൂരിപക്ഷം പേരും ഏതെങ്കിലുമൊക്കെ ക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ നിന്ന് ഈ വിശ്വാസ വഴിയിലേക്കൊക്കെ വന്നവരാ. ഏതെങ്കിലുമൊക്കെ പാരമ്പര്യങ്ങളിൽ നിന്ന്. നേരെ പെന്തിക്കോസിൽ നിന്ന് വന്നവരൊന്നും ഇതിനകത്ത് ഇരിപ്പില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ഏറിയ പങ്ക് ആൾക്കാരും പണ്ട് മാമോദീസ ഏറ്റവരാണ്. അങ്ങനെ മാമോദീസ ഏറ്റ സമയത്ത് തന്നെ മൂറൻ കിട്ടിയ ആൾക്കാരുണ്ട്. കാത്തലിക്കിലാണെങ്കിൽ പിന്നെ ഒരു 10-12 വയസ്സ് കഴിയുമ്പോൾ സ്ഥൈര്യലേപനം എന്നുള്ള നിലയിൽ അന്ന് ഈ സംഭവമൊക്കെ തൂത്തുവിടും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിക്കും. 2 കൂട്ടർക്കും എന്തായാലും ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാലത്ത് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും സ്വയം ഒന്ന് വിലയിരുത്തുക. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യം പുറത്തുള്ള ആരോടുമല്ല, നിങ്ങളോട് മാത്രം വളരെ ക്ലോസ്ഡ് ആയിട്ട് ഞാൻ നിങ്ങളോട് ചേർന്ന് നിന്ന് ചോദിക്കുകയാണ്. നിങ്ങളൊക്കെ മാമോദീസ ഏറ്റവരാണ്. ആ സമയത്ത് തന്നെ ഈ പറയുന്ന എണ്ണയും അഭിഷേക തൈലവും ഒക്കെ നിങ്ങളുടെ മേലും തൂത്ത് തുടച്ചൊക്കെ വിട്ടതാണ്. അത് പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ സഭകളൊക്കെ പഠിപ്പിക്കുന്നത്. ആ എണ്ണ പൂശിയപ്പോൾ പരിശുദ്ധാത്മാവിന് ലഭിച്ചെന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരുവൻ്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അവനെ സകല സത്യത്തിലും വഴി നടത്തുമെന്നാണ് വചനം പറയുന്നത്. പരിശുദ്ധാത്മാവ് അവനെ ഉപദേശിക്കും, പരിശുദ്ധാത്മാവ് അവനെ വഴി നടത്തും. ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ മാമോദീസയും കഴിഞ്ഞ് ഈ പൂശലും കഴിഞ്ഞിട്ട് നിങ്ങളങ്ങനെ ആത്മീയ സത്യങ്ങൾ ഈ രക്ഷയെക്കുറിച്ചോ സ്നാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ എഫേസ്യ ലേഖനത്തെക്കുറിച്ചോ വെളിപ്പാട് ദിവസം വരെ പോകണ്ട, നമുക്ക് അത്രയും വരെ പോകണ്ട, അത് ഒത്തിരി ദൂരെയല്ലേ. അത് വേണ്ട. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി വരെയെങ്കിലും വായിച്ചാൽ വല്ലതും മനസ്സിലാകുമായിരുന്നോ? എണ്ണ പൂശിയ ആളാ ജെയിംസെ വല്ലതും ആ കാലത്ത് മനസ്സിലായിരുന്നോ ജെയിംസെ? അങ്ങനെ ഒരു കാര്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ
അങ്ങനെ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും വായിച്ചാൽ അവർ ഇപ്പൊ ഈ തർക്കിക്കുന്നവർ ചിന്തിക്കുന്ന അതേ ഒരു രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും സാക്ഷികളല്ലേ. നമ്മളോട് വന്ന ഈ ആൾക്കാർ വർത്തമാനം പറയുന്നത്. നമ്മൾ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ചാടി ഇറങ്ങി വന്നവരല്ലല്ലോ. നമ്മളിങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട് ഈ പറയുന്ന വെള്ളം തളിക്കപ്പെട്ട് ഈ പറയുന്ന എണ്ണയൊക്കെ പൂശിയ ആൾക്കാരല്ലേ നമ്മൾ. നമുക്ക് ദൈവമായിട്ട് എന്ത് ബന്ധമുണ്ടായിരുന്നു? നമ്മൾ ദൈവത്തിൻ്റെ വഴിയിൽ നടന്നവരാണോ? അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇന്ന് നിങ്ങൾക്കുള്ള ദൈവഭയം അന്നുണ്ടായിരുന്നോ? ഇന്ന് നിങ്ങൾക്കുള്ള ദൈവസ്നേഹം അന്ന് നിങ്ങൾക്ക് ഉണ്ടായിരുന്നോ? ഓക്കെ, അപ്പം ഞാൻ മുന്നോട്ട് പോവുകയാണ്. സഹോദരങ്ങളെ, ഇപ്പം ആ കണ്ട കാഴ്ചയിൽ ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞിൻ്റെ തലയിൽ അങ്ങനെ വെള്ളം ഒഴിക്കുന്നു, അത് കഴിഞ്ഞിട്ട് ആ എണ്ണ പൂശുന്നു. ഇതൊന്നും അപ്പോസ്തലന്മാരുടെ പ്രാക്ടീസ് അല്ല. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതല്ല, അവർ പറഞ്ഞതല്ല. അതല്ല ക്രിസ്തീയ സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇതെല്ലാം ഇടക്കാലത്ത് കടന്നു വന്നതാണ്. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് ഇതിലെ മഹാമണ്ടത്തരങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതിനൊരു വിശദീകരണം ഉണ്ടല്ലോ. ആ വിശദീകരണത്തിലേക്ക് വരുമ്പോൾ അടുത്ത വീഡിയോ. അപ്പോൾ സായിപ്പും കുഞ്ഞിൻ്റെ കാല് വെള്ളത്തിൽ മുക്കി, അരയ്ക്കൊപ്പം മുക്കിയിട്ടുണ്ട്. അപ്പം ലോകം മുഴുവനും ഓർത്തഡോക്സിക്ക് ഒരേ ഒരു ഉപദേശം, ഒരു ചരടേ കിട്ടിയതുപോലെയാണ് എല്ലാ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ. ഒരു വ്യത്യാസമില്ല. നിങ്ങൾക്ക് പല ഉപദേശമല്ലേ, ഞങ്ങൾക്ക് ഒരേ ഉപദേശം. കുറച്ചു മുമ്പ് കണ്ടത് തല കീഴ്ക്കണാന്തൂക്ക് കുത്തി ഇറക്കാറുണ്ട് വെള്ളത്തിലേക്ക്. എൻ്റെ ദൈവമേ, എനിക്കത് കാണുമ്പോൾ പേടിയാണ്. കാരണം അത് മൂക്കിൽ വെള്ളം കയറുന്ന പരിപാടിയല്ലേ. അത് മൂക്കിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള കാര്യം അതൊക്കെ. എന്നൊരു ദൈവിക പ്രവൃത്തിയൊന്നും അല്ലല്ലോ ദൈവിക സംരക്ഷണം ലഭിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, അരവരെ പോലും ഉള്ളൂ. ഇതാണോ ബൈബിൾ പഠിപ്പിക്കുന്ന സ്നാനമെന്ന് പറയുന്നത്? ബാപ്റ്റിസം എന്ന വാക്കും അതിൻ്റെ അർത്ഥവും ഒന്ന് പഠിക്കണം. സ്നാനമെന്ന് നമ്മൾ പറയുന്ന ആ വാക്കിൻ്റെ അർത്ഥം, സ്നാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തലയിൽ വെള്ളം തുടയ്ക്കുക എന്നുള്ളതാണോ? വെള്ളത്തിൽ മുങ്ങുക എന്നല്ലേ സ്നാനപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം? ഇവിടെ കന്നഡക്കാർ കുളിക്കുക എന്നുള്ളതിന് സ്നാനപ്പെടുക എന്നാണ് പറയുന്നത്. കന്നഡ വാക്കാ, അത് സംസ്കൃതം മറ്റോ ആ. കന്നഡത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. കന്നഡത്തുകാർ സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം നീ തലയിൽ വെള്ളം തുടച്ചോ എന്നാണോ ഉദ്ദേശിക്കുന്നത്? വീട്ടിലെ അമ്മ പിള്ളേരോട് ചോദിക്കും സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർത്ഥം എന്നാ? കുളിച്ചോ എന്നല്ലേ ചോദിക്കുന്നത്. കൊച്ചു പറയാണ് ഞാൻ വെള്ളത്തിൽ കൈ മുക്കി തലയിൽ തുടച്ചു എന്ന് പറഞ്ഞാൽ അമ്മ അടിയും കൊടുത്തു വിടും. പോയി മര്യാദയ്ക്ക് കുളിച്ചിട്ട് പാടാന്ന് പറയില്ലേ? വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നതിനല്ലേ, അല്ലെങ്കിൽ ശരീരം മുഴുവനും വെള്ളത്തിലേക്ക് നിറയുന്നതിനല്ലേ ഈ പറഞ്ഞ കാര്യം സ്നാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതല്ലാതെ ഇങ്ങനത്തെ കോമാളിത്തരങ്ങൾക്കാണോ? സഹോദരങ്ങളെ, ഇതിൻ്റെയൊക്കെ വിശദീകരണത്തിലേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. ഈ ഇപ്പോൾ കണ്ട അവസാനത്തെ വീഡിയോയിൽ ആ കൊച്ചിൻ്റെ തലയിൽ പ്രിയപ്പെട്ട ശുശ്രൂഷകൻ വെള്ളത്തിൽ തൊട്ട കൈകൊണ്ട് ആ കൊച്ചിൻ്റെ തലയിൽ മുട്ടിക്കുന്നു. അവിടെ എന്താ സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ആ കൊച്ച് വീണ്ടും ജനിച്ചതാണ് കണ്ടത്. നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ അത്? സഹോദരങ്ങളെ, ഇത് വളരെ സീരിയസ് ആയ ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളിപ്പോൾ അവസാനം കണ്ട വീഡിയോയിൽ ആ പുരോഹിതൻ വെള്ളത്തിൽ കൈ നനച്ചിട്ട് ആ കൊച്ചിൻ്റെ തലയിൽ സ്പർശിച്ചപ്പോൾ ആ കൊച്ചു വീണ്ടും ജനിച്ചെന്ന് ഇവർ പറയുമ്പോൾ ആ കൊച്ചിനോടും അതിൻ്റെ മാതാപിതാക്കളോടും അവിടെ കൂടിയിരുന്ന സകല മനുഷ്യരോടും ഭൂലോകത്തിലുള്ള സകല മനുഷ്യരോടും ഇവർ ചെയ്യുന്ന കൊടും ക്രൂരതയല്ലേ ഇത്? കൊടും ക്രൂരതയല്ലേ? പൗലോസ് ആ കൊച്ചിനോട് ചോദിക്കുകയെന്ന് വിചാരിച്ചോ, നിനക്ക് ആത്മാവിനെ ലഭിച്ചത് ഈ കത്തനാരത്തിൻ്റെ തലയിൽ വെള്ളം തുടച്ചത് കൊണ്ടാണോ അത് വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണെന്ന് ചോദിച്ചാൽ ഈ കൊച്ചെന്ത് പറയും? ഏതപ്പ ഗോതമംഗലം. അതിനൊന്നും മനസ്സിലാവില്ല. കൊച്ചിനെന്തെങ്കിലും മറുപടി ഉണ്ടോ പറയാൻ? വീണ്ടും ജനനം സീരിയസ് ആയിട്ട് നമ്മൾ വെക്കുകയാണ്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മളത് ഉയർത്തുകയാണ്. വീണ്ടും ജനനം, വിശ്വാസ സ്നാനം. വീണ്ടും ജനനവും വിശ്വാസ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യമാണോ ഈ കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും നേരം? അതുമായിട്ട് ഇതിനെന്തു ബന്ധം? വിശ്വാസ സ്നാനത്തിൽ വെള്ളത്തിൽ എങ്ങനെ മുങ്ങിക്കിടക്കുന്നോ അതുപോലെ തന്നെയാണ് ആത്മസ്നാനത്തിൽ ആത്മാവിൻ്റെ നദിയിൽ മുങ്ങാൻ പോകുന്നത്. പരിശുദ്ധാത്മ നിയന്ത്രിതമായൊരു ജീവിതം, അങ്ങനെ ഒരു ജീവിതം നയിക്കേണ്ടവരാണ് ക്രിസ്ത്യാനികൾ.
ഒരുവൻ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വരുന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് നമ്മൾ പറയുന്നത്. സുവിശേഷം കേൾക്കണം, അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടണം. അങ്ങനെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടവൻ തന്നെ നീതീകരിച്ചവനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അവൻ ക്രിസ്തുവിനോട് ചേരണം, ക്രിസ്തുവിനെ ധരിക്കണം, ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. ഇനി ജീവിക്കുന്ന ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്ര എന്നുള്ളതായിരിക്കണം അവൻ്റെ മുദ്രാവാക്യം. അങ്ങനെ ആയിരിക്കണ്ടേ? കർത്തൃത്വം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മൾ സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിലേർപ്പെട്ട മനുഷ്യരാണ് ഒരു സമയത്ത്. ആ സമയത്ത് നമ്മൾ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ നിന്ന് എന്താ കണ്ടത്? നമ്മുടെ രക്ഷകൻ യാഗപീഠത്തിൽ നമുക്ക് വേണ്ടി മറുവിലയായി കിടക്കുന്ന കാഴ്ചയാണ് യാഗപീഠത്തിൽ കണ്ടത്. രക്ഷകനെയാണ് കണ്ടെത്തിയത്. അഥവാ ക്രൂശിങ്കിൽ നമ്മൾ കണ്ടത് നമ്മുടെ രക്ഷകനെയാണ്. വിശ്വാസ സ്നാനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അടുത്ത പടി കാണുന്നത് എന്താ? നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുന്ന, തീരാധാരത്തിൽ ഒപ്പിടുന്ന അഥവാ സെയിൽ ഡീഡിൽ ഒപ്പിടുന്ന വലിയ മഹനീയമായൊരു ശുശ്രൂഷ. കർത്തൃത്വം കൈമാറുകയാണ്. ഇനി ഞാൻ എനിക്കായി ജീവിക്കുന്നില്ല, എനിക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കുന്നു എന്നതൊരു വിളംബരമാണ്, ഒരു പ്രൊക്ലമേഷനാണത്. ഈ സ്നാനത്തിൽ എന്താ സംഭവിക്കുന്നത്? 4 ദിക്കും കേൾക്കുമാറ് ഈ പൊതുലോകത്തോട് പരസ്യമായി ഡിക്ലെയർ ചെയ്യുകയാണ്. വാക്കും ഭാഷണവും കൂടാതെ ഒരു അലർച്ചയാണത്, അല്ലേ? ആ മൗനം പോലും ഒരു അലർച്ച എന്ന് പറഞ്ഞതുപോലെ ആ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുന്നു, പൊങ്ങി വരുന്നു. അതൊരു അലർച്ചയാണെന്നേ, ഒരു അലർച്ചയാണ്. മുഴു ലോകത്തോടും വിളിച്ചു പറയുകയാണ്. എന്തെന്നാ പറയുന്നത്? ഞാനിനി എനിക്കായി ജീവിക്കുന്നില്ല, ഞാൻ സറണ്ടർ ചെയ്യപ്പെട്ട മനുഷ്യനാണ്, ഞാൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട മനുഷ്യനാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രേ. മുഴു ലോകത്തോടും വിളിച്ചു പറയുകയാണ്. അതാണ് അതിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതാണ് വേർപെട്ട ദൈവവചനം ഘോഷിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അതിനൊരു സൗന്ദര്യമുണ്ട്, അതിനൊരു മനോഹരതയുണ്ട്, അതിന് അർത്ഥതലങ്ങളുണ്ട്, അതിനകത്തൊരു പ്രത്യാശ വ്യാപരിക്കുന്നുണ്ട്, അതിലൊരു സന്തോഷത്തിൻ്റെതായ ഒരു ഉറവ തുറക്കുന്നുണ്ട്. ഇത് യാന്ത്രികമായി പറയുന്നതാണോ? ഇത് ഏതെങ്കിലും പുസ്തകത്തിൽ അച്ചടിച്ച് വെച്ചിട്ട് അത് നോക്കി ഇങ്ങനെ കാണാപ്പാടം പറയുന്നോ വായിക്കുന്നോല്ലാണോ? എൻ്റെ കയ്യിൽ നിന്നൊരു കുറിപ്പ് പോലുമില്ല സഹോദരങ്ങളെ, യാതൊരു കുറിപ്പ് പോലും ഒന്നുമില്ല. ബ്ലൈൻഡായിട്ട് ദൈവസന്നിധിയിലിരിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രിയരായവരോട് സംസാരിക്കുന്നു. ഇതാണ് സത്യവചനം. ക്രിസ്തുവിൻ്റെ ക്രൂശ് പ്രസംഗിക്കുക. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഉയർത്തുമ്പോൾ അതിൽ സുവിശേഷത്തിൻ്റെ എല്ലാ ഘടകങ്ങളും വരികയാണ്. തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള ജനനവും തിരുവെഴുത്തുകളിൻ പ്രകാരമുള്ള അടക്കവും ആ മരണവും ഉയർപ്പും എല്ലാം തിരുവെഴുത്തുകളിൻ പ്രകാരമാണ്. പൂർവന്മാരായ പ്രവാചകന്മാരാൽ പറഞ്ഞു വെച്ച കാര്യങ്ങളുടെ നിവൃത്തീകരണമാണ് ആ ബലിമരണം എന്ന് പറയുന്നത്. അതിലൂടെ നമുക്ക് വിടുതലും വിമോചനവും സംഭവിച്ചിരിക്കുകയാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് വന്ന നാം സ്വാതന്ത്ര്യത്തോടെ, അത്യാഹ്ലാദത്തോടെ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അല്ലാതെ ആ കൊച്ചു കുഞ്ഞുങ്ങളെ ബലമായിട്ട് കൊണ്ടുപോയി അതിൻ്റെ തലയിൽ അതുങ്ങൾക്ക് എന്താ അറിയാം? അതിൻ്റെ ന്യായീകരണം എന്താ? അബ്രഹാമിൻ്റെ മക്കളെ പരിച്ഛേദന ഏൽപ്പിച്ചത് മക്കളോട് ചോദിച്ചിട്ടാണോ എന്നാണ് ചോദിക്കുന്നത്. അതാണോ അതിൻ്റെ ന്യായീകരണം? അതാണോ അതിൻ്റെ മര്യാദ? അത് അബ്രഹാമും ദൈവവും തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണ്. രക്ഷ എന്ന് പറയുന്നത് നാം ഓരോരുത്തരും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക്, നിരപ്പിലേക്ക് വരുന്നതാണ്. പരിച്ഛേദനയും ഇതുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? കാലങ്ങളായി ജനത്തെ ബന്ധനത്തിലിട്ടിരിക്കുകയാണ്, ചങ്ങലക്കിട്ടിരിക്കുകയാണ്, തടവറയിലിട്ടിരിക്കുകയാണ്. ഫറവോൻ്റെ അടിമത്തത്തിൽ ജനം കിടക്കുകയാണ്. ഈ അടിമത്തത്തിൽ നിന്ന് ജനം സ്വാതന്ത്ര്യം പ്രാപിച്ചു പുറത്തു വരേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നത്, തുറന്നു പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു സമൂഹത്തെ ഇഴ്ത്തി കാണിക്കുവാനോ കൊച്ചാക്കുവാനോ താഴ്ത്തിക്കെട്ടുവാനോ അല്ല. വേറെ മാർഗമില്ലെന്നേ. ഈ സത്യം ഇങ്ങനെയല്ലാതെ എങ്ങനെ പറയും? കാലങ്ങളായിട്ട് ഈ പ്രിയപ്പെട്ടവർ അനുവർത്തിക്കുന്നതായ രീതികൾ അത് നമ്മൾ പൊതുവിൽ കാണിക്കുകയാണ്. ഇതിങ്ങനെയാണ് അവർ ചെയ്യുന്നത്. നമ്മളുണ്ടാക്കിയ വീഡിയോ ഒന്നും അല്ലല്ലോ അത്. ആയിരക്കണക്കിന് വീഡിയോകളാണ് യൂട്യൂബിലുള്ളത്, ആയിരക്കണക്കിന് വീഡിയോകൾ. പലതും കണ്ടാൽ നമ്മൾ ചിരിച്ചും പോവും, കരഞ്ഞും പോവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ദൈവവചനവുമായിട്ട് പൊരുത്തപ്പെടുന്ന അല്ലെന്നുള്ളതാണ് വിശദീകരണങ്ങൾ. വചനവുമായിട്ട് ഇതിനൊന്നും ഒരു പൊരുത്തമില്ല, ഒരു ബന്ധമില്ല. ഇതിനകത്തൊന്നും പരിശുദ്ധാത്മാവിൻ്റെ കയ്യൊപ്പില്ല. പരിശുദ്ധാത്മാവിൻ്റെതായ യാതൊരു ഇടപാടും ഇതിനകത്തൊന്നുമില്ല. ഇത് വിശ്വസിച്ച് ഇതാണ് സത്യമെന്ന് ധരിച്ച് ഒരു മനുഷ്യൻ, ഈ മേപ്രാലുള്ളൊരു മനുഷ്യൻ, തിരുവല്ലായിക്ക് അപ്പുറം, അതായത് എടത്തുവായിക്ക് പോകുന്ന വഴിക്കാണ് മേപ്രാലുള്ളൊരു മനുഷ്യൻ കുറേ കാലം ഈ ആത്മീയ സത്യങ്ങളൊക്കെ കേട്ട് അതിൻ പ്രകാരം പോയി. പിന്നീട് പുള്ളിക്കാരൻ ചിന്തിച്ചു, ഇങ്ങനെ മാമോദീസ മുക്കുന്ന കുറച്ചുകൂടെ രസകരമായ കാര്യം.
അങ്ങനെ മുക്കുകയും മുങ്ങുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി വഴി മാറി, ട്രാക്ക് മാറ്റി പിടിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ ട്രാക്ക് ഇടുക്കവും ഞെരുക്കമുള്ള ട്രാക്കായിരുന്നു. ആ ട്രാക്കിൽ നിന്ന് ഒറ്റയടിക്ക് പുള്ളിക്കാരൻ 10 ലൈനിൻ്റെ ട്രാക്കിലേക്ക് ചാടി കയറി. 10 ലൈനിൻ്റെ ട്രാക്കിലേക്ക്. അവിടെ എല്ലാം ഈസിയാണ്. കൊച്ചിനെ കൊണ്ടുവരുന്നു, തൂത്ത് തുടച്ച്, ഓക്കെ പൊക്കോ, നീ ക്രിസ്ത്യാനി ആയിരിക്കുന്നു. ആ കൊച്ചു നീ വീണ്ടും ജനിച്ചു, വേഗം പൊക്കോ. പിന്നെ തണുപ്പ് വരുന്ന കാലത്ത് തണുപ്പൊക്കെ മാറ്റാൻ വേണ്ടി ക്രിസ്ത്യാനികൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു, അതൊന്നും കുഴപ്പമില്ല. ക്രിസ്ത്യാനി ആയിരിക്കും, നീയും പൊക്കോ, എല്ലാം പൊക്കോ. ഇനി കല്യാണം കഴിക്കാൻ നേരത്ത് വരിക, കെട്ടിച്ചു വിട്ടേക്കാം. അല്ല, അത് കഴിഞ്ഞ് ചാവാൻ നേരത്താണെങ്കിൽ ചത്ത് കഴിഞ്ഞിട്ട് വരിക. ചത്ത് കഴിഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ. ചത്ത് കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം കൂടി ചോന്നുകൊണ്ട് വരിക, ഞങ്ങൾ അടക്കിയേക്കാം. അത് കഴിഞ്ഞാലും ഞങ്ങൾ കൈകാര്യം ചെയ്യും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ബസ് പുർക്കാന വഴിയുള്ള ബസ്സിൽ നിങ്ങളെ കയറ്റി വിടും. ആ ബസ്സിൽ ഞങ്ങൾ കയറ്റി വിടാം. മറ്റവരാണെങ്കിലോ ഞങ്ങൾ അന്യത ചൊല്ലി നിങ്ങളെ കയറ്റി വിട്ടേക്കാം. ഞങ്ങൾ കയറ്റി വിടും, അത് ഗ്യാരണ്ടിയാണ്. എന്തെല്ലാം സൈസ് തട്ടിപ്പുകൾ, എന്തെല്ലാം സൈസ് വഞ്ചനകളാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളുടെ പെന്തിക്കോസുകാരുടെ ഇടയിലുള്ള വ്യാജന്മാരായ പ്രസംഗകരും അതിൻ്റെ ഈ ഗോഷ്ഠി കാണിക്കുന്നവന്മാരുടെ കോലാഹലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളൊരു സൈഡിൽ അതിൻ്റെ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുക. വഞ്ചനയാണ്, ജനത്തെ വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്, പച്ചയ്ക്ക് പറ്റിക്കുക എന്ന് നമ്മൾ പറഞ്ഞ്. അവന്മാരൊക്കെ ചെറിയ ശിശുക്കളാണ്. അവന്മാരെല്ലാം വെറും സ്രാഗുകൾ മാത്രമാണ്. ഇപ്പം കണ്ടതെല്ലാം തിമിംഗലങ്ങളും നീല തിമിംഗലങ്ങളുമാണ്. ഈ പെന്തിക്കോസിൽ ഈ പ്രോസ്പെറിറ്റിയൊക്കെ പ്രസംഗിച്ച ആളുകളെ കറക്കി മലത്തിയടിച്ച് വീഴ്ത്തുന്നവന്മാരുണ്ടല്ലോ, കറക്ക് കമ്പനികൾ, ന്യൂജൻ പെന്തിക്കോസ് എന്നുള്ള കൂട്ടര്, അവരൊക്കെ വെറും സ്രാഗുകളാണ്. സ്രാഗുകളുടെ കൂട്ടത്തിലുള്ള നീന്തലാണ്. ഇതല്ല, തിമിംഗലങ്ങളാണ് ഇതൊക്കെ. വഞ്ചിക്കുകയാണ് ജനത്തെ, കാലങ്ങളായി വഞ്ചിച്ചിട്ടിരിക്കുകയാണ്. വചന സത്യങ്ങളെ മൂടി വെച്ചിരിക്കുകയാണ്, മറച്ചു വെച്ചിരിക്കുകയാണ്. അവരെ കൊണ്ട് ചുമ്മാ ഇഷ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കൊണ്ട് ഈ വറവൻ ചുമ്മാ ഇഷ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. തടവറയിൽ കിടക്കുകയാണ് ജനം. സഹോദരങ്ങളെ, ഞാൻ വാക്കുകളെ ചുരുക്കുകയാണ്. തടവറയിൽ കിടക്കുന്ന ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. നമ്മളിപ്പോൾ കണ്ട ആ കുഞ്ഞുങ്ങളൊക്കെ ഏത് കാലത്ത് ജനിച്ചതാണോ ആർക്കറിയാം. ആ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വലുതായി വന്നു കഴിയുമ്പോൾ അവർ സത്യസുവിശേഷം കേട്ട് ജീവനുള്ള ദൈവത്തിൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ നമ്മുടെ സഹോദരങ്ങൾ, സ്നേഹിതർ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ, ഏറ്റവും അടുത്ത ചർച്ചക്കാർ, അങ്ങനെയുള്ളവരൊക്കെ ഈ ആത്മീയ സത്യങ്ങൾ കേട്ട് ഗ്രഹിച്ച് ദൈവസന്നിധിയിൽ ഭയത്തോടും വിറയലോടും ഏൽപ്പിച്ചു കൊടുക്കുന്ന അങ്ങനെയുള്ള ദിവസങ്ങൾ സംജാതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.